തിരുവെടുത്ത് വെളിപ്പെടുത്തുന്ന അത്രയും മാനവികത ലോകത്ത് പറയുന്ന മറ്റൊരു സന്ദേശമില്ല. ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന മാനവികതയോളം ലോകത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സന്ദേശമില്ലെന്ന് ഇന്ന് രാത്രി പറയുമ്പോൾ അതിന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ബൈബിൾ വിളിച്ചു പറയുന്ന മാനവികതയാ ശരിക്കുമുള്ള മാനവികത. എന്താ ഈ മാനവികതയുടെ പ്രത്യേകത? മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന, മനുഷ്യനെ മതത്തിൻ്റെ കണ്ണുകളിൽ നിന്നോ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിൽ നിന്നോ മാറി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന മാനവികത. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മാനവികത. ഈ സമൂഹം ഇങ്ങനല്ലായിരുന്നു. വായിച്ചു നോക്കണം. കേരളത്തിൽ പല പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ പലതും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നയിക്കും നരിക്കും നടക്കാൻ പറ്റുന്ന റോഡ്, പക്ഷെ അവിടെ കൂടെ മനുഷ്യന് നടക്കാൻ കഴിയത്തില്ല. ചാതുർവർണ്ണ്യവും അതിൻ്റെതായ വ്യത്യസ്ത ആചാരങ്ങൾ കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തമ്മിൽ പിരിച്ച് അവന് പലയടി ദൂരം ആ ഉന്നത ജാതീയനുമായിട്ട് വെച്ച് അളന്നു തിരിച്ച് മനുഷ്യനെ സമൂഹത്തിനകത്ത് ഏറ്റവും അവനെ ഭീകരമായ നിലവാരങ്ങളിൽ അടിമ വ്യാപാരവും അടിമ ചന്തയുമൊക്കെ നിലനിന്ന നാടായിരുന്നു സാക്ഷര സമ്പന്നമായ കേരളം. യേശുവിനെ പരസ്യമായിട്ട് പ്രസംഗിക്കുവാൻ ഒരവസരം കൂടെ ലഭിച്ചതിൽ ഏറെ കർത്താവിന് നന്ദി പറയുന്നു. ഉലകത്തിനകത്ത് അവതരിച്ചു വന്ന വ്യക്തിത്വങ്ങൾ പലരുണ്ടെങ്കിലും, അവതാരങ്ങളെന്ന് പറയുന്ന ഉയർത്തുന്ന ഒത്തിരി നാമങ്ങളുണ്ടെങ്കിലും, ഉലകത്തിനകത്ത് ഒത്തിരി വ്യക്തിപ്രഭാവങ്ങൾ യുഗവര്യന്മാരുണ്ടെങ്കിലും, അവരെക്കാളുമെല്ലാം ഉപരിയായി ഇന്നു രാത്രി ഞങ്ങൾക്കുയർത്തുവാൻ, എനിക്ക് ധൈര്യത്തോടെ ഉയർത്താൻ പറ്റുന്ന ഉലകത്തിലേക സമാധാനത്തിൻ്റെ നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ അതിനാമൻ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ ആ കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? നമുക്കറിയാം, ഈ സമൂഹത്തിനകത്ത് നമ്മൾ നോക്കുമ്പം നെപ്പോളിയൻ ബോണപ്പാർട്ടൊക്കെ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയൊരു വാക്കുകളുണ്ട്. വാളുകൊണ്ട് ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യങ്ങളെ കീഴടക്കിയ ആ മഹാസാമ്രാട്ട് ഏറ്റവും അവസാനം വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനന്തരം ബ്രിട്ടീഷ് സൈന്യത്തോട് തോറ്റ ആ മനുഷ്യൻ സെൻറ്റ് ഹെലിന എന്ന് പറയുന്ന ഒരു ദ്വീപിൽ അന്ത്യവിശ്രാമം കൊള്ളുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്. ഞാനും അലക്സാണ്ടറും ഷാമലിയനുമൊക്കെ ഞങ്ങൾ ആയുധബലം കൊണ്ട്, കരബലം കൊണ്ട്, തൂലിക എടുത്തുകൊണ്ട്, പടവാളേന്തിക്കൊണ്ട് ഞങ്ങൾ ലോകത്തെ വെട്ടിപ്പിടിച്ചു. ഞങ്ങൾ വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചെങ്കിൽ മറ്റൊരു കൂട്ടം തൂലിക കൊണ്ട് എഴുതിപ്പിടിപ്പിച്ചു. സത്യവും അസത്യവും അപ്രിയ സത്യങ്ങളും അർദ്ധസത്യങ്ങളുമൊക്കെ എഴുതിപ്പിടിപ്പിച്ച് ലോകത്തെ കീഴടക്കിയ ഒത്തിരി പേരുടെ തൂലികകളുണ്ട്. എന്നാൽ വാളില്ലാതെ, തൂലികയില്ലാതെ, രക്തച്ചൊരിച്ചിൽ നടത്താതെ, രാഷ്ട്രീയ വിപ്ലവം നടത്താതെ, ദേശങ്ങളിൽ വാളിൻ്റെ വിപ്ലവത്തിൽ ഇരമ്പിക്കയറാതെ ലോകത്തെ പിടിച്ചടക്കിയ ഒരു സമാധാനത്തിൻ്റെ വിപ്ലവകാരിയുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരിമിതമായ അറിവിനകത്ത് അത് പറയാനേ കഴിഞ്ഞുള്ളെങ്കിൽ ഇന്ന് രാത്രി ആ യേശുവിൻ്റെ സാന്നിധ്യത്തെ അകതാരിൽ അനുഭവിച്ച ആത്മമണ്ഡലത്തിൽ അവിടുത്തെ വിടുതലുകളെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പന്തലിനകത്തിരിപ്പുണ്ട്. അവരാത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് എനിക്ക് പരിവർത്തനം വരുത്തിയ, എന്നെ ഞാനാക്കിയ യേശുവിൻ്റെ സന്ദേശത്തെക്കാൾ പുകൾ പറ്റുന്നതില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കരമെല്ലാം സ്വർഗത്തേക്കൊന്ന് ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, യേശുവിനെ പോലെ ഒരു നാമം വേറെയില്ല. ഞങ്ങളുടെ സന്ദേശം ആമുഖമായി വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ലെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും എല്ലാ മനസ്സുകളും ഏകാഗ്രമാക്കിക്കൊണ്ട് ഇന്ന് രാത്രിയും തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലായിരിക്കുന്ന ദൈവമക്കൾ സുവിശേഷത്തിൻ്റെ നിർമ്മല സത്യങ്ങൾ ഇന്ന് രാത്രി ദേശത്തിന് ഒരിക്കലൂടെ കൈമാറുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി പന്തലിനകത്ത് വെളിപ്പെടേണ്ടതിനായി
ദൈവ മഹത്വം വെളിപ്പെടേണ്ടതിനായി, അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിനായി കൃപ ലഭിച്ച ദൈവമക്കൾ എല്ലാവരും അതരം തുറന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി പന്തലിനകത്തുനിന്ന് ഉയരുമ്പോൾ വചനത്തിൻ്റെ വ്യാപനത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന ഇരുട്ടിൻ്റെ പദ്ധതികൾ, അതിൻ്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി തകർത്തെറിയപ്പെടുമെന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ ബോധ്യത്തോടെ തിരിച്ചറിയുന്നെങ്കിൽ അവർ ചേർന്ന് ചില മിനിറ്റുകളിൽ ആദരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. ഞങ്ങളുടെ പിതാവ്, ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു. ക്രൂശിൻ്റെ ശക്തി പന്തലിനകത്ത് വ്യാപരിക്കുന്നതിനും നന്ദി പറയുന്നു. ഈ ദേശത്തോട് കൈമാറുന്ന ദൈവിക ദൂതുകൾ ഇന്ന് രാത്രി അത് വിടുതലായി ദൈവപ്രവൃത്തിയായി തീരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യ ജീവൻ ആകുന്നു. യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തതയുടെ കലവറ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നൊരു സുവിശേഷമാണ്. തുടങ്ങുന്ന വാക്യം മുതൽ പര്യവസാനിക്കുന്ന വാക്യം വരെ ഏറെ വ്യത്യസ്തതകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അതിൽ തന്നെ ആദ്യത്തെ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പലുകൾ എന്നറിയപ്പെടുകയാണ്. അതിൻ്റെ കെട്ടിലും മട്ടിലും ഭാവത്തിലും അവതരണ രീതിയിലും അതിൻ്റെ അർത്ഥതലങ്ങളിലും പ്രമേയ പുരോഗതിയിലുമൊക്കെ സമാനതകൾ പുലർത്തുന്നത് കൊണ്ടാണ് അതിനെ സമവീക്ഷണ സുവിശേഷം അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പലുകൾ എന്നറിയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ കറക്റ്റ് ബ്രിഡ്ജുമായിട്ടാണ് മത്തായി പുരോഗമിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങി ആ വംശാവലികളെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനായ സകലത്തിൻ്റെയും പൂർത്തീകരണ ഭാവമായ ക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിക്കുന്ന മനോഹരമായി വാഗ്ദത്തം മഷികയെന്ന് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. എന്നാൽ മർക്കോസിലേക്ക് വരുമ്പം മർക്കോസ് ഒരല്പം കൂടെ പുറകിൽ സഞ്ചരിച്ച് പഴയ നിയമത്തിൻ്റെ ഒരു പ്രവചനം, യെശയ്യാ പ്രവാചകനിൽ ഒരു പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ദൈവത്തിൻ്റെ ദാസനായ ക്രിസ്തുവിനെ മനോഹരമായിട്ട് 16 അധ്യായങ്ങൾക്കകത്ത് വരച്ചു കാട്ടുകയാണ്. എന്നാൽ ലൂക്കോസിലേക്ക് വരുമ്പം ലൂക്കോസും ഒരല്പം കൂടെ പുറകിലേക്ക് പോകുന്നുണ്ട്. യേശുവിൻ്റെ ചരിത്രത്തിന് തൊട്ടു മുമ്പ് സംഭവിച്ച സക്കറിയാവ് എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തിയുടെ വാക്കുകൾ അടർത്തിയെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ്റെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ലൂക്കോസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിമിതിയുള്ളൊരു പുരോഹിതൻ്റെ കുടുംബത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് സകലത്തിൻ്റെയും ആത്യന്തിക ഘടകമായ ക്രിസ്തു എന്ന ഈ വ്യക്തമായി ഭൂമിയിൽ അവതരിച്ചു വന്ന പൂർണ്ണ പുരുഷനെ ആ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തി തരികയാണ്. പക്ഷെ യോഹന്നാനിലേക്ക് വരുമ്പം യോഹന്നാൻ പിന്നെയും പുറകിലേക്ക് പോവുക. പിന്നെയും പുറകിലേക്ക് പോകുന്നുവെന്ന് പറയുമ്പം അതിന് പുറകിലേക്ക് ഇനി പോകാൻ കഴിയത്തില്ല. അവിടെ വരെ യോഹന്നാൻ പോവുകയാ. ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് അത്രയും പുറകിലേക്ക് പോയ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുവിൻ്റെ നിത്യത്വം, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ ദൈവത്വം ഏറ്റവും ആധികാരികമായി യോഹന്നാൻ തെളിയിക്കുകയാണ്. ഈ പുസ്തകത്തിനകത്തേക്ക് നോക്കിയ തെളിയപ്പെടുന്ന പരമമായ കാര്യങ്ങൾ, ഇവിടെയുള്ള പല ദുരുപദേശ സംഘടനകളും ഏറ്റവും അധികമായി ഓടിപ്പോകുന്ന ഒത്തിരി വാക്യങ്ങൾ ഉൾന്നിട്ടിരിക്കുന്ന പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നുള്ളത്. അന്ന് കാലത്ത് ഏതാണ്ട് 90കളിൽ AD 90കളിൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ജ്ഞാനമതം അതിൻ്റെ ആരംഭ ദിശയിലായിരുന്നു. ജ്ഞാനമതത്തിൻ്റെ ഉപദേശങ്ങൾ നമുക്കറിയാം. അവർ പറയുന്നത് യേശു ദൈവമല്ല, യേശു ചെറിയ ദൈവമാണ്, യേശു സൃഷ്ടിയാണ്, യേശു പരിമിതിയുള്ളവനാണ്, താൽക്കാലികനാണ്, നിർമ്മിതിയാണ്. അതിയായ തലങ്ങൾ പറഞ്ഞ് രക്ഷാപൂർത്തീകരണത്തിന് ജ്ഞാനം ഏറ്റവും അധികം വാരിക്കൂട്ടുന്നത് ആവശ്യമെന്ന് പറഞ്ഞ് ജനത്തെ തെറ്റായ നിലയിൽ നയിക്കുമ്പോൾ അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് അവിടുന്ന് സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടാവാണ്. അവിടുന്ന് പരിമിതിയുള്ളവനല്ല, അവിടുന്ന് അപരിമിതനാണ്. അവിടുന്ന് താൽക്കാലികതയുള്ളവനല്ല, അവിടുന്ന് നിത്യനാണ്. അവിടുന്ന് സൃഷ്ടിയല്ല, അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. പൗലോസിൻ്റെ വാക്കുകളുടെ അടർത്തിയെടുത്താൽ പറയാൻ പറ്റും, അവൻ സകല സൃഷ്ടിയുടെയും ആദ്യജാതനാകുന്നു. അതുകൊണ്ട് കൊലോസി ലേഖനത്തിനകത്തും അവിടെയും ജ്ഞാനവാദികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് 10 വിധ ദുരുപദേശ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോഴും അവിടെയും പറയുന്നത് അവൻ സകല സൃഷ്ടിയുടെയും
ആദ്യജാതനാണ്. ഇന്ന് രാത്രി ഈ കർത്താവിനെ സേവിപ്പാന് ദൈവം നമുക്ക് അവസരം തന്നത്. അവൻ നിത്യനായ ദൈവം, സനാതനനായ ദൈവം, സീമാതീതനായ ദൈവം, സ്വയം സ്ഥിരതനായവൻ, സത്തമനായവൻ, സർവശക്തനായവ, ഉന്നതനായ ദൈവത്തെ, ഈ പാർത്തലത്തിൽ ഇത്രയും ഉന്നതനായ ഒരു ദൈവത്തെ സേവിക്കാൻ ദൈവം നമുക്ക് അവസരം തരുവാനിടയായി. അപ്പം യോഹന്നാൻ യേശുവിൻ്റെ മഹത്വത്തെ, ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ തുടങ്ങുന്നു ഈ പുസ്തകത്തിൻ്റെ വ്യത്യസ്തതകൾ. യേശു എവിടെ ജനിച്ചെന്ന് ഇവിടെ പറയുന്നില്ല. യേശുവിൻ്റെ മാതാപിതാക്കളുടെ പേരുകൾ ഈ പുസ്തകത്തിലില്ല. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ പേരുകൾ ഇതിനകത്ത് കാണുന്നില്ല. മറ്റ് സുവിശേഷങ്ങൾ എഴുതി വെച്ച 34 അത്ഭുതങ്ങളിൽ ഇതിനകത്താകപ്പാടെ 8 മാത്രമേ കാണുന്നുള്ളൂ. അതുപോലും മറ്റു പലരും എഴുതാത്ത അത്ഭുതങ്ങൾ യോഹന്നാൻ യുണീക്കായിട്ട് കോരിയെടുത്ത ഭാഗത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കിയാൽ മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്ന് 80% ഇതിനകത്ത് യുണീക്കാണ്. ആദ്യത്തെ അധ്യായത്തിലെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായത്തിന്റെ സംഭവങ്ങൾ, 3-ാം അധ്യായത്തിൽ നിക്കോദിമോസുമായിട്ടുള്ള സംഭവം, അതുപോലെ 4-ാം അധ്യായത്തിനകത്ത് ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ളത്, 5-ാം അധ്യായത്തിൽ കുളക്കരയിലെ സംഭവങ്ങൾ, 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷമുള്ള ദീർഘ സംഭാഷണ പരമ്പരകൾ, 9-ാം അധ്യായത്തിൽ കുരുടനെ സൗഖ്യമാക്കിയതിന് ശേഷമുള്ള ആലയത്തിലെ സംഭവ വികാസങ്ങൾ, 10-ാം അധ്യായത്തിലെ ഇടയനും ആടും തമ്മിലുള്ള ആ ഒരു സംഭാഷണ പരമ്പരകൾ, 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കുടുംബത്തിൽ നടന്നത്, 12-ാം അധ്യായത്തിലെ പന്തി ഭോജനം, 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള 5 അധ്യായങ്ങളിലെ ദീർഘ സംഭാഷണങ്ങൾ, 21-ാം അധ്യായത്തിലെ മീൻപിടുത്തം, ഇതൊക്കെ യോഹന്നാന്റെ വളരെ യുണീക്കായിട്ട് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് മുഴുവൻ എഴുതി വെച്ചത് കൊണ്ട് ഒരൊറ്റ കാര്യമായി യോഹന്നാൻ വെളിപ്പെടുത്തിയത് 20:31 കാണുന്നുണ്ട്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് മാത്രമേ ഇത് എഴുതിയത്. എന്തിനാ ഇന്ന് രാത്രി പ്രസംഗം നടത്തുന്നത്? ഇവിടെ ഇരിക്കുന്ന കേവലം വിശ്വാസി ജനങ്ങളെ മാത്രം കണ്ടുകൊണ്ടല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മറിച്ച് ഈ ശബ്ദവീതി ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനത്തോടും ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഞങ്ങളുടെയും ഒരു ഉദ്ദേശമുണ്ട്. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് സകല മാനവകുലം അറിയുകയും അത് മുഖാന്തരമുള്ള ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കേണ്ടതിനാണ് ശരിക്കും ഈ പുസ്തകം എഴുതുന്നതും ഞങ്ങൾ ഈ പ്രഭാഷണം നടത്തുന്നതും. യേശു ദൈവപുത്രൻ, യേശു ഏക രക്ഷകൻ, യേശു ഏക വീണ്ടെടുപ്പുകാരൻ, യേശു സകലത്തിൻ്റെയും ആധാര ഘടകം, അവൻ സകലത്തെയും വീണ്ടെടുത്ത നിത്യനായ ദൈവം. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളൊന്നുമില്ല. ആകപ്പാടെ 8 എഴുതിയിട്ടുള്ളൂ. 7 ഉയർപ്പിന് മുമ്പും 1 ഉയർപ്പിന് ശേഷവും, അങ്ങനെ ആകപ്പാടെ 8. ഈ ഉയർപ്പിന് മുമ്പുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കിയാൽ യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ചിലതിനെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത്ഭുതം എന്ന പദം തന്നെ ഈ പുസ്തകത്തിനകത്തില്ല. മറിച്ച് പറഞ്ഞ പദം അടയാളം എന്ന പദമാണ്, സൈൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈൻ എന്ന് പറഞ്ഞ ചിലതിനെ വെളിപ്പെടുത്തുന്നത്. തിരുവല്ലയിൽ നിന്ന് ഞാൻ സഞ്ചരിച്ച് ഇവിടെ കൊട്ടാരക്കരയ്ക്ക് വരുന്ന വഴി ഒത്തിരിയിടത്ത് കൊട്ടാരക്കരയ്ക്ക് ഇത്ര കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടു. അത് കണ്ട് ഒത്തിരി പേർ കൊട്ടാരക്കര വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ബോർഡ് കണ്ട് ഒത്തിരി പേർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ബോർഡ്, ആ വഴികാട്ടിയായി നിൽക്കുന്നത് ഒരിക്കലും തിരുവനന്തപുരം പട്ടണം കണ്ടിട്ടില്ല, ഒരിക്കലും കൊട്ടാരക്കര പട്ടണം കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് യോഹന്നാൻ സൈൻ എന്ന പദം അടർത്തി വെച്ചിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കേവലം ഒരു അത്ഭുതങ്ങൾ പ്രാപിച്ചതുകൊണ്ട് ഒരുവരും രക്ഷപ്പെടാൻ കഴിയത്തില്ല. മറിച്ച് അത്ഭുതങ്ങളുടെ പുറകിലെ ആധാര ഘടകമായ ക്രിസ്തു എന്ന വ്യക്തിപ്രഭാവത്തെ, യേശുവിൻ്റെ വ്യക്തിത്വത്തെ അകതാരിൽ അനുഭവിച്ച ആ വ്യക്തിപ്രഭാവത്തിന് വേണ്ടി ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്ന ഏതൊരു മനുഷ്യനെയും കരം നീട്ടി വിടുവിക്കാൻ കഴിയുന്ന രക്ഷയുടെ ആധാര ഘടകമാണ് ക്രിസ്തു എന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അവർ ആ കരമുയർത്തി ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ, ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഞങ്ങൾ അനുഭവിച്ചതാണ് ആ ക്രിസ്തുവിനെ. അവിടുന്ന് രക്ഷണം. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ നോക്കിക്കേ, യേശു ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന ആ വിവാഹ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ വെള്ളം വീഞ്ഞാക്കുന്നുണ്ട്. ശരിക്കും അവിടെ താൻ വെളിപ്പെടുന്ന 2:11 കിടപ്പുണ്ട്. ഇങ്ങനെ യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ചു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഹി റിവീൽ ഹിസ് ഗ്ലോറി, തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തി. അതിനകത്തൊരു ആശയം കിടപ്പുണ്ട്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ ഇതുപോലെ കളറിൽ മാറ്റമുള്ളൊരു അത്ഭുതം ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന
വെള്ളം കുടിക്കാൻ കഴിയാത്ത രക്തമാക്കി തീർത്തു. ന്യായവിധിയുടെ അടയാളമായിട്ട് ഈ മിസ്രൈമ്യ സന്തതികൾക്ക് നേരെ മോശയിൽ കൂടെ ദൈവം ചെയ്ത ന്യായവിധിയുടെ പ്രവൃത്തിയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം ന്യായവിധികളെയും ന്യായപ്രമാണത്തെയും നീക്കുവാൻ ഇറങ്ങി വന്ന സാക്ഷാൽ മഹാപുരോഹിതൻ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ചെയ്ത അത്ഭുതമെന്ന് പറഞ്ഞാൽ അവൻ കേവലം മനുഷ്യന് കുടിക്കാൻ പറ്റുന്നത് കുടിക്കാൻ പറ്റാതാക്കുകയല്ല, കുടിക്കാൻ പറ്റുന്നതിനെ ഏറെ മാധുര്യമായ വീഞ്ഞാക്കി പരിവർത്തനം ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തിയത് അവിടുന്ന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. അവിടുന്ന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന് എന്ന് പറഞ്ഞ കുടുംബത്തിനകത്ത് ഒരു ഉയരേണ്ട സ്ഥാനത്ത് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ക്രിസ്തുവിന്റെ ആ പരിവർത്തനത്തിന്റെ സന്ദേശമാണ് എക്കാലത്തും ക്രൈസ്തവികതയുടെ അടയാളമെങ്കിൽ കുടുംബങ്ങൾക്ക് പരിവർത്തനം വരുത്താൻ, സമൂഹങ്ങൾക്ക് പരിവർത്തനം വരുത്താൻ ക്രിസ്തുവിന്റെ സന്ദേശത്തിന് കഴിയും. അപ്പൊ യേശു തന്നെത്താൻ വെളിപ്പെടുത്തി. പിന്നെയുമുണ്ട് 6-ാം അധ്യായത്തിൽ വരുമ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ക്രിസ്തു വെളിപ്പെടുത്തി, ഞാൻ ജീവന്റെ അപ്പമാ എന്ന് പറഞ്ഞ വയറ് നിറഞ്ഞതല്ല അത്ഭുതം, ഞാൻ ജീവന്റെ അപ്പമെന്ന് അറിയുന്നത് അത്ഭുതം. വയറ് നിറയുന്നത് അത്ഭുതമെന്ന് പറയുന്ന ലോകത്ത് ക്രിസ്തു വെളിപ്പെടുത്തിയത് വയറ് നിറയുന്നതല്ല അത്ഭുതം, താൻ ജീവന്റെ അപ്പമെന്നും എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്കുരിക്കുന്നെങ്കിൽ അതാണ് ശരിക്കും അത്ഭുതമെന്നുള്ളത്. അടുത്തത് 9-ാം അധ്യായത്തിൽ ലോകത്തിന്റെ വെളിച്ചം ഒരിക്കലും കാണാത്തൊരു മനുഷ്യന്റെ മുമ്പിൽ വെളിച്ചത്തിന്റെ വാതയാനം തുറന്നു കൊടുത്തു. വെളിച്ചത്തിന്റെ വാതയാനം തുറന്നു കൊടുത്തിട്ട് അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. ഏറ്റവും അവസാനം വന്നിട്ട് ചോദിച്ചു, സാക്ഷാൽ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നോ? അവൻ ചോദിച്ചൊരു കാര്യമുണ്ട്, അവൻ ആരെന്നറിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ കാഴ്ച കൊണ്ട് നീ പലതിനെയും കണ്ടു. നിനക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. ഒരു കുരുടനെ സംബന്ധിച്ച് അവന് ലാപ്ടോപ്പ് കൊടുത്തിട്ട് കാര്യമില്ല, ടാബ് കൊടുത്തിട്ട് കാര്യമില്ല, അവന് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്നും ഇരുട്ടാ. എന്നാൽ ഇരുട്ടിനകത്ത് കിടക്കുന്ന മനുഷ്യന് ക്രിസ്തു കൊടുത്തത് വെളിച്ചമാ. പക്ഷെ ആ വെളിച്ചത്തിനകത്ത് അവൻ പലതിനെയും കണ്ടു. അപ്പനെ കണ്ടു, അമ്മയെ കണ്ടു, താരജാലങ്ങളെ കണ്ടു, വർണ്ണാഭമായത് പലതും കണ്ടു, ആലയത്തിന്റെ രമ്യ ഭംഗികൾ കണ്ടു. ഇത് പലതും കണ്ട് നിൽക്കുന്നവന്റെ മുമ്പിൽ നിന്നിട്ട് യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ വാസ്തവമായി ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞ, അറിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത് നിനക്ക് ലഭിച്ച വിടുതലിനകത്തൂടെ കണ്ണു തുറന്ന് നീ എന്നെ കാണുമ്പോൾ അത്ഭുതങ്ങൾ പൂർണ്ണമാകുന്നത്. ഈ ദിവസത്തിലെ സുവിശേഷ പരമ്പരകളിലൂടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിടുതലുകൾ അത് ഇവിടെ അവസാനിച്ചു പോവരുത്. അതിനകത്തൂടെ കണ്ണു തുറന്നു നോക്കി ഇന്ന് രാത്രി സകലത്തിലെയും ആധാര ഘടകമായ ക്രിസ്തുവിനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. യേശു കാഴ്ച കൊടുത്തതിലൂടെ ജീവന്റെ വെളിച്ചമെന്ന് വെളിപ്പെടുത്തി. അവിടെ കൊണ്ട് അസ്തമിച്ചില്ല. 11-ാം അധ്യായത്തിൽ വരുമ്പം 4 ദിവസമായി നാറ്റം വെച്ചൊരു കുടുംബത്തിനകത്തേക്ക് കടന്നു ചെന്ന് സകല പ്രതീക്ഷകളും അപ്പുറത്തൊരു കൽക്കെട്ടിനകത്ത് അഴുകിത്തീരുകയാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയുടെ സകലത്തിൻ്റെയും പരമകോടിയായ ഒരു ചെറുപ്പക്കാരൻ, 2 സഹോദരിമാർ അവനെന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടുവരുമ്പോൾ ഇതാ പൊടുതനവെ ഒരു ദിവസം അവൻ്റെ മരണം, ആകസ്മികമായ മരണത്തിനവർ സാക്ഷ്യം വഹിക്കുന്നു. 4 ദിവസം കഴിയുന്നു. ശരീരം മുഴുവൻ അഴുകിയെളിഞ്ഞ് അപ്പുറത്തൊരു പ്രതീക്ഷയും അതിനോടൊപ്പം മനസ്സിനകത്ത് അഴുകിയെളിഞ്ഞു പോകുമ്പം അതിനകത്ത് ഇറങ്ങി വന്ന് കർത്താവ് അവനെ പുറത്തു കൊണ്ടിരുന്ന ഒരു രംഗം അവിടെ കാണുന്നുണ്ട്. അതിനു മുമ്പ് മാർത്തയോട് വെളിപ്പെടുത്തി, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം അങ്ങ് പറഞ്ഞിട്ട് ചെയ്യാം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ 4 ദിവസമായി 96 മണിക്കൂറിന്റെ ജീർണതയ്ക്കകത്ത് കിടക്കുന്ന ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നതല്ല അത്ഭുതം, മറിച്ച് സകല ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ കഴിയുകയും തൻ്റെ വാക്കിന്റെ പ്രഭാവത്താൽ അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന അത്യുന്നതനായ കർത്താവിന്റെ സാന്നിധ്യത്തെ അകതാരിൽ അനുഭവിക്കുന്നത് ആയുസിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മരിച്ചവൻ പുറത്തെഴുന്നേൽക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതം അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമെന്ന് അറിയുന്നത്. ക്രിസ്തു തന്നെത്താൻ വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞത് ഇതൊരു ആമുഖ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നത് മുഴുവൻ ക്രിസ്തുവിലേക്ക്. ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് ഇന്ന് രാത്രി ഞാൻ ഓടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏക സത്യ ദൈവമായ ക്രിസ്തുവിനെ അറിയണം. ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗത്തിൻ്റെ തലക്കെട്ടത ഏക സത്യ ദൈവമായ ക്രിസ്തുവിനെ അറിയണം. ആരെ അറിയണം? എന്തറിയണം? എന്തിനറിയണം? ആരെയറിയണം? എന്തറിയണം? എന്തിനറിയണം? ഇന്ന് രാത്രി ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയെ തുടർന്നുള്ള മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്, പെന്തക്കോസ്തുകാർ പൊതുവെ കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു തുടങ്ങുമ്പം മുഖമൊന്ന് അല്പമൊന്ന് കോടുവനടയാകും. കാരണം നമ്മൾ ഇന്ന് സാധാരണ പ്രതീക്ഷിക്കുന്ന കോരിത്തരിപ്പിക്കുന്ന പലതുമുണ്ട്. പക്ഷെ പരസ്യവേദി ഞാൻ വിശ്വസിക്കുന്നത് അത് ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള ഇടവെന്നാണ്.
ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ളടമെന്ന് നമ്മളെ കോരിത്തരിപ്പിക്കാനായിരുന്നെങ്കിൽ അടച്ചിട്ടൊരു മുറിക്കകത്തിരുത്തി കോരിത്തരിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പ്രസംഗിക്കാനുള്ള ഏകനാമം അത് ക്രിസ്തുവിൻ്റെ നാമമാണ്. ക്രിസ്തുവല്ലാതെ ഇവിടെ പറയാൻ ഒരാളില്ല, ക്രിസ്തുവല്ലാതെ ഇവിടെ ഉയർത്താൻ ഒരാളില്ല. ഈ ലോകത്തിനകത്ത് ഉയർത്തി പറയാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഉയർത്തി പറയാൻ ഒരു നാമമുണ്ടെങ്കിൽ, ഉയർത്തി പറയാൻ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സകലത്തിൻ്റെയും കാരണഭൂതനായ ക്രിസ്തുവിൻ്റെ സന്ദേശമല്ലാതെ വേറെ ഒന്നുമില്ലെന്ന്. സ്തോത്രം. അതിനകത്ത് നിങ്ങൾ ആമേൻ പറഞ്ഞാലും ആമേൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു കാര്യം കൂടെ ആമുഖം പറയാം. നിങ്ങൾ സ്വോത്രം പറഞ്ഞാലും സ്വോത്രം പറഞ്ഞില്ല എനിക്ക് വിഷയമില്ല. ഞാൻ ഇന്ന് രാത്രി ക്രിസ്തുവിനെ പ്രസംഗിക്കും. കാരണം ഞാൻ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആരും സ്വോത്രം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റും. കാരണം അത് സൂം മീറ്റിങ്ങിനകത്ത് കയ്യടി മാത്രം പ്രതീക്ഷിക്കുന്നവരെ ബുദ്ധിമുട്ടിയ കാലത്തും കവലയിൽ നിന്ന ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഒന്നും പ്രസംഗിക്കാൻ പറ്റും. കാരണം നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവേശമുണ്ട്. കാരണം ഉലകത്തിൽ ഇത്രയും ആവേശത്തോടെ പറയാൻ പറ്റുന്നൊരു നാമം വേറെയില്ല, ഇത്ര ധൈര്യത്തോടെ ഉയർത്താൻ പറ്റുന്നൊരു നാമം വേറെയില്ല. ഇന്ന് രാത്രി ഇക്കിളി സന്ദേശമൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇന്ന് രാത്രി കുടുകുട ചിരിപ്പിക്കാനുള്ള സന്ദേശമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്ന് രാത്രി ഉയർത്തുന്നൊരു ക്രിസ്തുവിനെയാണ്. അതിനാമേൻ പറയാൻ പറ്റുന്നവരെ ധൈര്യത്തോടെ ആമേൻ പറഞ്ഞ ആരും ഇവിടെ വിലക്കത്തില്ല. ഇന്ന് രാത്രി മാനവകുലത്തിന് മഹത്വകരമായ ഒറ്റനാമം, അത് യേശുവിന്റെ നാമം. ആരെ അറിയണം? ക്രിസ്തുവിനെ അറിയണം. എന്താണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്? ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത് ഈ ഏറ്റവും അധികം ഉയരത്തിൽ ഉയരിപ്പൊങ്ങുന്നതല്ല ഈ ആയുസിൻ്റെ ധന്യത. ഈ ആയുസിനകത്ത് ക്രിസ്തുവിനെ അറിയുന്നത് ഏറ്റവും വലുത്. ഈ ആയുസിനകത്ത് ക്രിസ്തുവിനെ അറിയണം. ഒരായുസ് മുഴുവൻ ആരോഗ്യവും ബലവും തന്നിട്ട് ആയുസ് മുഴുവൻ 100 ചക്ക അരി കടിച്ചു തീർക്കുന്നതല്ല ഒരു ആയുസിൻ്റെ ധന്യത, അല്ലെങ്കിൽ 100 വസ്ത്രം ധരിക്കുന്നതല്ല ആയുസിൻ്റെ ധന്യത. മറിച്ച് സ്രഷ്ടാവായ ക്രിസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും പരമാർത്ഥമായ കാര്യം. ആരെ അറിയണം? ക്രിസ്തുവിനെ അറിയണം. എന്തിന് ക്രിസ്തുവിനെ അറിയണം? നമുക്കറിയാം ഇവിടെ അഹന്തയുള്ള ലോകമാ. മറ്റു പലതിലേക്കും മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ അഹങ്കരിക്കാൻ? എവിടെയാ ഈ ജീവിതം തുടങ്ങിയത്? ഈ ജീവിതം തുടങ്ങിയത് ഒരമ്മയുടെ ഉദരത്തിനകത്ത് പറ്റിപ്പിടിച്ച് വളർന്നു തുടങ്ങി അന്ന് തുടങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ കൊച്ചറക്കകത്ത് തുടങ്ങിയ ജീവിതം ഏറ്റവും അവസാനം തീരുന്നത് 6 അടി കൊതുക്കി വെക്കാൻ പറ്റുന്ന കൊച്ചറക്കകത്ത് അവസാനിക്കും. ഒരു കൊച്ചറയെ തുടങ്ങി മറ്റൊരു കൊച്ചറയിൽ അവസാനിക്കും. 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ പാർത്താളിനെയും 2000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള കല്ലറയിലൊന്നും കിടത്തണമെന്നില്ല. കാരണം ഇപ്പൊ സെമിത്തേരി കിട്ടാനില്ലാത്തത് കൊണ്ട് ഏറ്റവും കുറച്ചൊരു സ്ഥലത്ത് ഒതുക്കി നിർത്തും. 1.5 വർഷം കഴിയുമ്പം അടുത്ത ആള് വരുമ്പോൾ തട്ടി അകത്തിടും. അത്രയുള്ളെന്ന് ഒരു കൊച്ചറയെ തുടങ്ങി മറ്റൊരു കൊച്ചറയിൽ തീരുന്നതാ ജീവിതം എന്നുള്ളത്. ഈ ജീവിതത്തിനിടയ്ക്ക് അഹങ്കരിക്കാൻ വേറെ ഒന്നുമില്ല. സാക്ഷാൽ സൃഷ്ടാവായ ക്രിസ്തുവിനെ അറിയുന്നത് ഈ ആയുസിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത്. ആരോ വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയ ജീവിതമാ. ഒരു കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി, ഏറ്റവും അവസാനം ഡോക്ടർ പറയും ആള് പോയെന്ന് പറയും. ഇതിനിടയ്ക്ക് വായി തുറന്ന് എന്തൊക്കെയോ സ്വന്തമായി പറഞ്ഞതുകൊണ്ട് മനുഷ്യൻ എന്താ അഹങ്കരിക്കാനുള്ളത്? ഒന്നുമില്ല കേട്ടോ. ഈ ആയുസിനകത്ത് ക്രിസ്തുവിനെ അറിയണം. ആദ്യമായിട്ട് നടന്നു തുടങ്ങിയത് ആരുടെയോ കൈപിടിച്ച, ഏറ്റവും അവസാനം തീരുന്നത് ആ ഊന്നുപടി പിടിച്ചോ മറ്റാരുടെയോ കൈപിടിച്ച് തീരുന്നത് മനുഷ്യന്റെ ജീവിതം. ഇതിനിടയ്ക്ക് 2 കാല് കൊണ്ട് നടന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ അഹങ്കരിക്കാൻ ഒന്നുമില്ല. ക്രിസ്തുവിനെ അറിയണം. ആദ്യമായിട്ട് നടപ്പ് പഠിച്ചതൊരു വണ്ടിയില, തിളങ്ങുന്ന കളർ ലൈറ്റുകളൊക്കെ കറങ്ങിക്കത്തുന്ന ഒരു വണ്ടിയിലല്ലേ മക്കളെ നടപ്പ് പഠിച്ചത്? അതിനകത്ത് അല്ലെങ്കിൽ സ്വിച്ചിലൊക്കെ തൊടുമ്പം പാട്ട് കേൾക്കും. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ കേട്ടാ നടന്നു പഠിച്ചത്. ഏറ്റവും അവസാനം ഒരു വണ്ടിയെ കയറ്റുമ്പോൾ ആളിനറിവൊന്നുമില്ല. പക്ഷെ വണ്ടിയും ഇങ്ങനെ കളർ ലൈറ്റുകൾ കത്തുന്ന വണ്ടിയാ. കളർ ലൈറ്റുകൾ കത്തും, പക്ഷേ ആളൊന്നും അറിയത്തില്ല. അവിടെയും പാട്ട് കേൾക്കും. എന്താ പാട്ട് കേൾക്കുന്നത്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒന്നുമല്ല. നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ട് പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി എന്ന് പറഞ്ഞ് പാട്ടും പാടി ഈ വാഹനത്തിന്റെ തൊട്ടു മുമ്പിൽ പാട്ടുമായിട്ട് പോവുക. ഒരു നാട്ടുകാരെ മുഴുവൻ പേടിക്കുക. നെഞ്ചുവേദനയുള്ളവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് ആ പാട്ട് കേൾക്കുമ്പോൾ പറയും ശവം വരുന്നുണ്ട്. അപ്പൊ എവിടെ തുടങ്ങി യാത്രയാ? നടപ്പ് പഠിച്ചതൊരു വണ്ടിയിൽ, നടപ്പ് തീരുന്നത് മറ്റൊരു വണ്ടിയിൽ. ആദ്യം കിടന്നത് തൊട്ടില്ല, അവസാനം തീരുന്നത് പെട്ടിയില. തൊട്ടിൽ തുടങ്ങി പെട്ടി തീരും. ഇതിൻ്റെ ഇടയ്ക്ക് ഈട്ടിത്തടി കൊണ്ട് നല്ലൊരു കട്ടിലുണ്ടാക്കി ആ കട്ടിൽ കിടന്നത് കൊണ്ട് അഹങ്കരിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നും അഹങ്കരിക്കാനില്ല. സൃഷ്ടാവിനെ അറിയണം. ഇന്ന് രാത്രി ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുന്നതിന്റെ പിൻപിലെ കാര്യം, മനുഷ്യൻ അഹങ്കരിക്കാൻ ഒരു വകുപ്പില്ല, അഹങ്കരിക്കാൻ ഒരു സ്ഥാനമില്ല. മറിച്ച് ഈ ആയുസിനകത്ത് സകലത്തിന്റെയും ആധാര ഘടകമായ ക്രിസ്തുവിനെ അറിയണം.
യേശുവിനെ അറിയുന്നത് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്നുള്ളത്. അപ്പം ആരെ അറിയണം? ക്രിസ്തുവിനെ അറിയണം. എന്തുകൊണ്ട് ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്, ഈ യേശുവിൻ്റെ സന്ദേശം, ഏക സത്യദൈവമായ ക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇത് മാനവികതയുടെ സന്ദേശമാണ്. മാനവികതയുടെ സന്ദേശം. ഇവിടെ നമ്മൾ ആയിരിക്കുന്ന ഈ സമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മാനവികത എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഏറ്റവും അധികം സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ് മാനവികതയുടെ കൺസെപ്റ്റുകൾ, മാനവികതയുടെ സന്ദേശങ്ങൾ. പക്ഷെ സമൂഹത്തിൻ്റെ കോണിനകത്ത് നോക്കുമ്പം മാനവികത എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഈ സമൂഹത്തിനകത്ത് അവിടെ മാനവികതയുള്ളത്, ഈ സമൂഹത്തിൻ്റെ അവിടെ മാനവിക മൂല്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കതെവിടെയും കാണാൻ കഴിയാതെ ഇരിക്കുന്ന ലോകത്ത് ഈ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്ന അത്രയും മാനവികത ലോകത്ത് പറയുന്ന മറ്റൊരു സന്ദേശമില്ല. ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന മാനവികതയോളം ലോകത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സന്ദേശമില്ലെന്ന് ഇന്ന് രാത്രി പറയുമ്പോൾ അതിന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ബൈബിൾ വിളിച്ചു പറയുന്ന മാനവികതയാ ശരിക്കുമുള്ള മാനവികത. എന്താ ഈ മാനവികതയുടെ പ്രത്യേകത? മനുഷ്യനെ കാണാൻ പഠിപ്പിക്കുന്ന, മനുഷ്യനെ മതത്തിൻ്റെ കണ്ണുകളിൽ നിന്നോ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിൽ നിന്നോ മാറി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന മാനവികത, അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മാനവികത. ഈ സമൂഹം ഇങ്ങനല്ലായിരുന്നു. വായിച്ചു നോക്കണം. കേരളത്തിൽ പല പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ പലതും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നയിക്കും നരിക്കും നടക്കാൻ പറ്റുന്ന റോഡ്, പക്ഷെ അവിടെ കൂടെ മനുഷ്യന് നടക്കാൻ കഴിയത്തില്ല. ചാതുർവർണ്ണ്യവും അതിൻ്റെതായ വ്യത്യസ്ത ആചാരങ്ങൾ കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തമ്മിൽ പിരിച്ച് അവന് പലയടി ദൂരം ആ ഉന്നത ജാതീയനുമായിട്ട് വെച്ച് അളന്നു തിരിച്ച് മനുഷ്യനെ സമൂഹത്തിനകത്ത് ഏറ്റവും അവനെ ഭീകരമായ നിലവാരങ്ങളിൽ അടിമ വ്യാപാരവും അടിമ ചന്തയുമൊക്കെ നിലനിന്ന നാടായിരുന്നു സാക്ഷര സമ്പന്നമായ കേരളം. ഞാനീ പറയുന്നത് ചരിത്രത്തിൻ്റെ ഏടുകൾക്കകത്തുള്ള തെളിവുകളിലൂടെയാ. വായിച്ചു നോക്കണം. പല പുസ്തകങ്ങളുണ്ട്. സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്ത 19-ാം നൂറ്റാണ്ടെന്ന് 18-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് വായിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ വന്ന മിഷണറിമാരും മറ്റ് സഞ്ചാരികളും കണ്ട കേരളം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകമൊക്കെ വായിച്ചു നോക്കിയാൽ ഈ നാടെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ആ നാട്ടിനെ ഇന്നായിരിക്കുന്ന നിലയിൽ മാറ്റിയതിൻ്റെ പിൻപിൽ കരുത്തുറ്റ മാനവികത കേരളത്തിന് സംഭാവന ചെയ്ത, അല്ല ഭാരതത്തിന് സംഭാവന ചെയ്ത ലോകത്തിലൊരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഉയർത്തിപ്പറയുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്നുള്ളത്. പലപ്പോഴും ഈ സമൂഹത്തിനകത്ത് പലരും ആക്ഷേപിക്കുന്ന ഒരു ഭാഗമുണ്ട്, മതപരിവർത്തനം നടത്തുന്നവരാണ്. പ്രിയരെ, ഞങ്ങളിവിടെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഈ സമൂഹത്തിൻ്റെ സംസ്കൃതിയെ തകർത്തെറിഞ്ഞവരെന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഇവിടുത്തെ സംസ്കൃതിയെ തകർത്തെറിഞ്ഞു, ഇവിടെയുള്ള സംസ്കാരങ്ങളെ തകർത്തെറിഞ്ഞു, ഈ നാടിനെ ലൂട്ട് ചെയ്തു. ഞാൻ പറയാം, ഇവിടെ വന്ന വൈദേശിക ആധിപത്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വന്ന അങ്ങനെയുള്ള കച്ചവട താല്പര്യം, കച്ചവടത്തോടെ കണ്ട കുറച്ചു പേർ ഈ നാടിനെ ലൂട്ട് ചെയ്തെങ്കിലും അതിൻ്റെ നടുക്കിൽ ഈ നാടിൽ മാനവികത പഠിപ്പിച്ച ഒരു പറ്റം ക്രൈസ്തവ സമൂഹത്തിലെ നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് മതപരിവർത്തനം ആരോപിക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾ പറയുന്നത്, മതപരിവർത്തനമെന്ന് നന്നായിട്ട് തെളിച്ചെഴുതാൻ പഠിച്ചതിൻ്റെ പിൻപിലക്കാര്യം ഇവിടെ വന്ന മിഷണറിമാർ അക്ഷരം പഠിപ്പിച്ചത് കൊണ്ടാ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസം എന്നത് ഒരു കുലത്തിന് മാത്രം ഒതുക്കി നിർത്തി, ഒരു സമൂഹത്തിന് മാത്രം വിദ്യാഭ്യാസവും മറ്റുള്ള സമൂഹങ്ങൾക്ക് വിദ്യാഭ്യാസം വിലക്കി വെച്ചിരിക്കുന്ന കാലത്തിനകത്തു നിന്ന് പള്ളിക്കൊപ്പം വിദ്യാലയമെന്ന സംസ്കാരവും സംസ്കൃതിയും ഈ നാട്ടിൽ കൊണ്ടുവന്ന് അക്ഷരം പഠിപ്പിച്ച സന്ദേശത്തിന്, അക്ഷരം പഠിപ്പിച്ചതിന് കടപ്പെട്ടിരിക്കുന്നത് ഈ പുസ്തകത്തോടാണ്. അപ്പോൾ ഈ പുസ്തകം തകർത്തെറിഞ്ഞ പുസ്തകമല്ല, ഈ പുസ്തകം മാനവികതയുടെ പുസ്തകം. മനുഷ്യനെ യഥാർത്ഥത്തിൽ നവ്യാനുഭവങ്ങളിലേക്ക് നടത്താൻ അവനെ മാടി വിളിച്ച പുസ്തകമായി ഈ വിശുദ്ധ വേദപുസ്തകം. അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു കാലത്ത് ഇവിടെ ഒരു കല്യാണം നടത്തണമെന്നുണ്ട്. ഇന്ന് നമ്മൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നടത്തുന്ന കല്യാണം പോലൊന്നും ഈ നാട്ടിൽ കല്യാണം നടത്താൻ കഴിയത്തില്ല. അന്ന് കല്യാണം ആർക്കെങ്കിലും ഒരു ജാതിയിൽ നിന്നും മാറി മറ്റൊരു ജാതിക്ക് നടത്തണമെങ്കിൽ ആ ഉന്നത കുലജാതിയരുടെ അഭിപ്രായം ചോദിക്കണം. അവരനുവദിച്ചാലേ കല്യാണം നടക്കത്തുള്ളൂ. വെറുതെ കല്യാണം നടക്കത്തില്ല. ഒന്നാം പന്തിയിൽ അവരെ ഇരുത്തണം. ആദ്യത്തെ ഇല അവർക്ക് വിളമ്പണം.
എഴുതി വെച്ച പുസ്തകത്തിനകത്ത് ഒരു ചരിത്രമുണ്ട്. ഒരു മനുഷ്യൻ ആഗ്രഹം തോന്നി ഒരു കല്യാണം നടത്തി. ഈ മനുഷ്യനെ ഒന്നാം പന്തിയിൽ ഇരുത്താൻ വേണ്ടി അനുവദിച്ചു, ഇലവിട്ട് വിളമ്പി. പക്ഷേ അവൻ ആ സമയത്ത് പറഞ്ഞു, അത് മാത്രം പോരാ, നീ എനിക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കാനുള്ള വകുപ്പൊരുക്കണം. എന്താണെന്ന് മനസ്സിലായി കാണും. ആളിന് ആഘോഷിക്കാനുള്ള വകുപ്പൊരുക്കി കൊടുത്തു. പോയി ആഘോഷിച്ചിട്ട് വന്നപ്പോൾ മണിക്കൂർ 4 കഴിഞ്ഞു. സദ്യയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുക. ആ മനുഷ്യൻ സദ്യ ഇട്ട് വിളമ്പി തുടങ്ങി. തിരിച്ചു വന്നപ്പോൾ താനിരുന്ന് ആദ്യം കഴിക്കേണ്ടതിന് പകരം മറ്റൊരു സമൂഹം കഴിക്കുന്നത് കണ്ട് അവിടെ വന്ന 4 പേർ അവിടെ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. ആ കല്യാണശാല മുഴുവൻ തകർത്തെറിഞ്ഞു കളഞ്ഞു. ആ വീട് പോലും കത്തിക്കുന്ന നിലവാരങ്ങളിൽ ആ ലഹള മാറുവാനിടയായി. ഇതായിരുന്നു ഈ നാട്. ഈ അവസ്ഥയ്ക്ക് ആർത്തവമുള്ള സ്ത്രീയെന്നോ ആർത്തവം ഇല്ലാത്തവളെന്നോ ഇതിനകത്ത് വ്യത്യാസമില്ല. സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ കാണുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകം ഞങ്ങൾ ഉയർത്തി പറയുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ഇതിനകത്ത് മനുഷ്യൻ സ്ത്രീയായതിൻ്റെ പേരിൽ മാറ്റി നിർത്തത്തില്ല. യേശുവിനോടൊപ്പം സഞ്ചരിച്ച സ്ത്രീകളുണ്ട്, യേശുവിനോടൊപ്പം സഞ്ചരിച്ച പ്രവർത്തനങ്ങളുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യത്തെ സന്ദേശവും കൈമാറി കൊടുത്തതൊരു സ്ത്രീക്കാണ് എന്ന് വേണ്ട. മശികയെ വെളിപ്പെടുത്തിയത് ഒരു ശമരിയക്കാരിക്കാണ്. അന്ന് യഹൂദന് മുമ്പിൽ മറച്ചു കിടന്ന് ആ മശികയെ വെളിപ്പെടുത്തിയത് ഒരു സ്ത്രീ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ ബൈബിൾ സ്ത്രീകൾക്ക് വില കൽപ്പിക്കുന്നു. ബൈബിൾ സ്ത്രീകളുടെ അവകാശത്തിന് വില കൽപ്പിക്കുന്നു. ആർത്തവത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ എല്ലാവരെയും ചേർത്തണയ്ക്കുന്ന ലോകത്തിലൊരു മാനവികതയുടെ സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാൻ പറ്റും, അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ മാനവികത. സ്തോത്രം. സ്ത്രീകളെന്നും പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ചേർത്തണത്തും. അവിടെ കൊണ്ട് തീർന്നില്ല. ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ ചേർത്തണച്ചു. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുമ്പം അതിന് നടുവിൽ മാനവികത പഠിപ്പിച്ചതാരാ? ക്രിസ്തുവ മാനവികത പഠിപ്പിച്ചത്. ഇവിടെയുള്ള തൊഴിലാളി അധ്വാന വർഗങ്ങളൊക്കെ അവിടെ മാനിഫെസ്റ്റോകൾ പലതും പഠിച്ചു നോക്കി. അതിനകത്തുനിന്ന് ആവേശം കൈക്കൊള്ളത് യേശുവിൻ്റെ പ്രത്യാശാസ്ത്രത്തിനകത്തുനിന്ന്. അവിടുന്ന് അധക്രിസ്ത സമൂഹങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞാൽ, ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പുറംധാരയിൽ കിടക്കപ്പെടുന്ന സമൂഹത്തിന് തട്ടിത്തെറിപ്പിക്കപ്പെട്ട ഒത്തിരി പേരെ ചേർത്തടിച്ച് എന്തിന് യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച് 12 ശിഷ്യന്മാരുടെ ചരിത്രം നോക്കിയാൽ അവർ പലരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നവരല്ല. അവർ പലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാ, സമൂഹം ചവിട്ടിത്താഴ്ത്തിയവര്. അതിനകത്ത് ഏറ്റവും ഹീനവും നികൃഷ്ടവുമായ ജോലിസ്ഥലങ്ങൾ ചെയ്തവർ വരെയുണ്ട്. പക്ഷെ അവരെ പോലും ചേർത്തണച്ച് എന്താണ് സ്നേഹമെന്ന് പഠിപ്പിച്ച, എന്താണ് മാനവികത എന്തെന്ന് പഠിപ്പിച്ച മഹത്തായ വ്യക്തിപ്രഭാവമാണ് ക്രിസ്തുവെങ്കിൽ ഇന്ന് രാത്രി അത് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറയണം, ക്രിസ്തുവിനേക്കാൾ യോഗ്യനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മാനവികതയുടെ സന്ദേശം ദേശം അറിയണം. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരിക. ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി, ഇത് അറിയേണ്ടതിൻ്റെ കാര്യം, ഇത് നവോത്ഥാനത്തിൻ്റെ സന്ദേശമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കേട്ടപ്പെട്ട പദമാണ് നവോത്ഥാനം എന്ന പദം. നവോത്ഥാനം, റിനൈസൻസ് എന്ന പദം ഒത്തിരി കേട്ടിട്ടുണ്ട്. റിനൈസൻസ് എന്ന പദം നമ്മൾ പഠിക്കുന്ന ആ ഹിസ്റ്ററി പുസ്തകത്തിനകത്ത് റിനൈസൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെയുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ വരുമ്പം അവിടെ പഠിക്കുന്ന ഒരു അധ്യായമുണ്ട്. റിനൈസൻസിൻ്റെ ഒരു അധ്യായം. 17, 18, 19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൻ്റെ മണ്ണിൽ, അമേരിക്കയുടെ മണ്ണിൽ പടർന്നു പിടിച്ച മസ്തിഷ്ക പ്രക്ഷാളനം. അവൻ്റെ മസ്തിഷ്കത്തിൽ വളരെ ഡെവലപ്മെൻറ്റുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ ബുദ്ധിയുടെ വൈഭവ്യങ്ങൾ സംഭവിച്ചു. അതുമൂലം സംഭവിച്ചതെന്താ? കണ്ടുപിടുത്തങ്ങൾ നടക്കാൻ തുടങ്ങി, പുതിയത് കണ്ടുപിടിക്കാൻ തുടങ്ങി, പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങി, പുതിയ സംഘടനകൾ, ഭൗതിക സംഘടനകൾ രൂപപ്പെടാൻ തുടങ്ങി. ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ, അതുപോലെയുള്ള ഒത്തിരി ഡിസ്കവറികൾ നടക്കപ്പെടുവാൻ തുടങ്ങി. ഇതൊക്കെ നടന്ന കാലഘട്ടങ്ങൾ റിനൈസൻസിൻ്റെ കാലഘട്ടങ്ങൾ. നവോത്ഥാനം നടന്നു. ഇന്ത്യയിൽ നവോത്ഥാനം നടന്നു, കേരളത്തിൽ നവോത്ഥാനം നടന്നു. കേരളത്തിൽ നവോത്ഥാന നായകന്മാരുണ്ട്. നമുക്കറിയാം, ചട്ടമ്പസ്വാമികൾ തുടങ്ങിയുള്ള വ്യക്തികൾ, വൈകുണ്ഠസ്വാമികൾ, അതുപോലെയുള്ള ശ്രീനാരായണ ഗുരു, അതുപോലെ അയ്യങ്കാളി തുടങ്ങിയുള്ള വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ നവോത്ഥാനത്തിൽ നിന്നവര്. ചാവറ കുര്യാക്കോസ് അച്ഛൻ നവോത്ഥാനത്തിനകത്തുണ്ടായിരുന്നവര്. ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ നവോത്ഥാനം ഈ സമൂഹത്തിനകത്ത് ചെയ്തവര്. പക്ഷെ ഇത്രയും നവോത്ഥാനം ഈ നാട്ടിൽ നടന്നിട്ടും പിന്നെ എന്തുകൊണ്ട് 2022 നരബലി നടന്നേ? 2022 നരബലി നടന്നത്
കാരണം നവോത്ഥാനം നടക്കുന്ന മസ്തിഷ്കത്തിൻ്റെ സ്ഫോടനം നടക്കുന്ന നാട്ടിൽ ഇത് നടക്കരുത്. കാരണം ഇത് പാശ്ചാത്യ സംസ്കാരത്തെ പൊലുകിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നത തലയിൽ വളർന്നു വരുന്ന ഈ സമൂഹത്തിനകത്ത് എന്തു നടന്നു? നരബലി നടന്നെന്ന്. എന്തുകൊണ്ട് ഈ നാട്ടിൽ നരബലി നടന്നു? കാരണം ഇത്രയുള്ളൂ, മനുഷ്യൻ മസ്തിഷ്കപരമായി പുരോഗമിച്ചു, പക്ഷെ ഇപ്പോഴും ആത്യന്തികമായ മാറ്റം അവൻ്റെ അകത്ത് വന്നിട്ടില്ല. ഫ്രഞ്ചിൽ നിന്ന് റെനേസൻസ് എന്ന പദം രൂപമെടുക്കാൻ അതിനെ ഒരു പദത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും കോറായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. അത് ഇപ്രകാരമാ, റീബർത്ത് എന്നൊരു പദത്തിൽ നിന്ന് റിനേസൻസ് എന്ന പദം രൂപപ്പെട്ടു വന്നത്. റീബർത്ത് എന്നൊരു പദത്തിൽ നിന്ന് റിനേസൻസ് എന്ന പദം രൂപപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നവോത്ഥാനം, ശരിക്കും എന്താ റിനേസൻസ്? റീബർത്ത് സംഭവിക്കുന്നതാ ശരിക്കുമുള്ള നവോത്ഥാനം. റീബർത്ത് സംഭവിക്കുന്നത് എന്താ? റീബർത്ത് എന്ന് പറയുന്നത് വീണ്ടും ജനനം സംഭവിക്കുന്നത് ശരിക്കുമുള്ള നവോത്ഥാനം. അപ്പോൾ വീണ്ടും ജനനം വരാതെ കണ്ടുപിടുത്തം നടത്തിയിട്ട് കാര്യമില്ല. വീണ്ടും ജനനം വരാതെ വീട് പരിഷ്കരിക്കപ്പെട്ടിട്ട് കാര്യമില്ല. വീണ്ടും ജനനം വരാതെ റോഡ് പണിതിട്ട് കാര്യമില്ല. വീണ്ടും ജനനം വരാതെ IT കമ്പനികൾ പെരുകിയിട്ട് കാര്യമില്ല. വീണ്ടും ജനനം വരാതെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല. വീണ്ടും ജനനം വരുന്നത് ഒരു സമൂഹത്തെ മാറ്റത്തുള്ളൂ, ഒരു വ്യക്തിയെ മാറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വീണ്ടും ജനനത്തെ ഈ സമൂഹത്തിനകത്ത് വ്യക്തമായി പഠിപ്പിച്ചൊരു സന്ദേശമുണ്ട്, ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാ യഥാർത്ഥ വീണ്ടും ജനനമെന്ന് സമൂഹത്തിന് വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ മതത്തിനകത്തുനിന്ന് പുറത്തു വന്ന് മനുഷ്യന്റെ ഹൃദയം മാറുന്നതാണ് നവോത്ഥാനമെന്ന് പഠിപ്പിച്ചൊരു വിപ്ലവകാരി ഉണ്ടെങ്കിൽ ആ വ്യക്തിയാ ക്രിസ്തു. അതുകൊണ്ട് യേശുവിനോടൊപ്പം വന്ന ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞൊരു ഒറ്റ കാര്യമുണ്ട്, മതത്തിന് പുറത്തു വന്ന് നീ എന്നെ കാണാം. മതത്തിന് പുറത്തു വന്ന് ഇന്നെല്ലാവരും ക്രിസ്തുവിനെ കാണുന്നത് മതത്തിനകത്തുനിന്ന് ക്രിസ്തുവിനെ കാണുന്നു. അവളും ആദ്യം ക്രിസ്തുവിനെ കണ്ടത് മതത്തിനകത്തുനിന്ന്. അതുകൊണ്ട് നീ ഒരു യഹൂദൻ എന്ന് പറഞ്ഞത്. അപ്പൊ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പറയുന്നതിന്റെ പിൻപിലെ കാര്യം മതത്തിനകത്തുനിന്ന് ക്രിസ്തുവിനെ കാണുന്നതുകൊണ്ട്. മതത്തിനകത്തുനിന്ന് മതം നിങ്ങളെ അന്ധമാക്കിയിരിക്കുന്ന കണ്ണുകളെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ വളരെ തുറന്നായ മനസ്സോടുകൂടെ ഈ മാർഗത്തെ ഒന്ന് നോക്കാൻ കഴിയുമോ? ഈ ക്രിസ്തുവിനെ ഒന്ന് നോക്കാൻ കഴിയുമോ? അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവനൊരു സാധാരണക്കാരനല്ല. ജോഷ് മക്ഡവൽ എഴുതി വെച്ചിരിക്കുന്ന ഒരെഴുത്തുണ്ട്, ഒന്നെങ്കിൽ അവൻ ലോകത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട പച്ച പരമാർത്ഥിയായ വ്യക്തിയാണ്, അല്ലെങ്കിൽ അവൻ ലോകത്തിൽ ഏറ്റവും അധികം കാപട്യം അനുഭവിച്ച അല്ലെങ്കിൽ കാപട്യം അഭിനയിച്ച ഒരുവനാ. പക്ഷെ അദ്ദേഹം തുടർന്ന് എഴുതുന്നുണ്ട്, ക്രിസ്തുവിനെ പഠിച്ചു നോക്കുന്ന ഏതൊരു പഠിതാവിനും ആത്യന്തികമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് കേവലം അഭിനയത്തിന്റെ പരമകോണിയിൽ എത്തി നിൽക്കുന്ന വ്യക്തിയല്ല. ജീവിതം കൊണ്ട് തൻ്റെ സന്ദേശങ്ങളെ അടിവരയിട്ട് ലോകത്തെ പിടിച്ചടക്കിയ ഒരു യഥാർത്ഥ നവോത്ഥാനത്തിന്റെ മൂർത്തിഭാവമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരാ ക്രിസ്തു. ജീവിതം കൊണ്ട് തൻ്റെ സന്ദേശങ്ങളെ വെളിപ്പെടുത്തി, അടയാളപ്പെടുത്തി. ഇതാണ് യഥാർത്ഥ നവോത്ഥാനം. അപ്പം എന്താ റീബർത്ത് എന്ന് പഠിപ്പിച്ചത്? ക്രിസ്തുവ. മതത്തിന് പുറത്തു വന്നിട്ട് സ്വതന്ത്ര ചിന്തയോടെ ക്രിസ്തുവിനെ കാണണം. അവൾ ആദ്യം പറഞ്ഞു നീ ഒരു യഹൂദനാ. പക്ഷെ യേശു അടുത്ത നേരെ കൗണ്ടർ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ ദാനത്തെ അറിയുകയും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. മലയാളത്തിനകത്ത് നീ ദൈവത്തിന്റെ ദാനമെന്ന, പക്ഷെ ഇംഗ്ലീഷിലും അതിന്റെ മൂലഭാഷയിലും കിടക്കുന്നത് യു മസ്റ്റ് ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ ദാനത്തെ അറിയുകയെന്ന എന്ന് പറഞ്ഞാൽ യേശു വെളിപ്പെടുത്തിയത് തന്നെ വെളിപ്പെടുത്തി. അവളോട് പറഞ്ഞു നീ അറിയണം ക്രിസ്തുവിനെ, നീ അറിയണം എന്നെ. അങ്ങനെ അവൾ സ്വതന്ത്രമായ കണ്ണുകളോടെ നോക്കിയപ്പം അടുത്ത പദം യജമാനൻ എന്ന പദമായിരുന്നു. അവൾ പറഞ്ഞു എനിക്ക് ആ ജീവനുള്ള വെള്ളം വേണം. അവൾ ആ കിണറിന്റെ പാരമ്പര്യം പറഞ്ഞു. പിന്നെയും പാരമ്പര്യത്തിന്റെ കണ്ണിലൂടെ അവൾ കണ്ടു. അവൾ കിണറിന്റെ പാരമ്പര്യം പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു കിണറിന് പുറത്തൊരു ലോകമുണ്ട്, കിണറിന് പുറത്തൊരു ആരാധനയുണ്ട്, കിണറിന് പുറത്തൊരു സംസ്കാരമുണ്ട്. കാണാൻ കണ്ണു തുറക്കണം. കിണറ്റിനകത്തെ പാരമ്പര്യത്തിനകത്ത് ഒതുക്കിക്കിടന്ന് ആ കിണറ്റിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ കിണറിന് പുറത്തൊരു ലോകമുണ്ട്, കിണറിന് പുറത്തൊരു സംസ്കാരമുണ്ട്, കിണറ്റിന് പുറത്തൊരു വലിയ സംഭവം അടങ്ങിക്കിടപ്പുണ്ട്. അതിനെ കാണാൻ കണ്ണു തുറക്കണം. യേശു പറഞ്ഞപ്പോൾ അവൾ ചോദിച്ച കാര്യമുണ്ട്, യജമാനൻ നിനക്ക് കോരാൻ എന്തില്ല, പാത്രം പോലും ഇല്ല, പിന്നെ ഇങ്ങനെ ജീവനുള്ള വെള്ളം നിനക്ക് എങ്ങനെ കിട്ടും? യേശു പറഞ്ഞു നീ ഇപ്പം കുടിക്കുന്ന ഈ വെള്ളം ഇത് നാളെ നിന്നെ ദാഹിപ്പിക്കും. ഇതാ മതം. ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും ദാഹിക്കും. ഈ വർഷം ചെയ്യുന്ന കർമ്മങ്ങൾ, ആചാരങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ അടുത്ത വർഷവും ആവർത്തിക്കേണ്ടി വരും, അടുത്ത മാസം ആവർത്തിക്കേണ്ടി വരും.
ഈ വർഷം നിങ്ങൾ ചെയ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അടുത്ത വർഷം ആവർത്തിക്കേണ്ടി വരും. മുട്ടലടയേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ പിന്നെയും ആവർത്തിക്കേണ്ടി വരും. മതം പറയുന്നത് ആവർത്തിക്കുന്ന പ്രവൃത്തിയാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരിക്കലും ശാന്തിയില്ല. മാർട്ടിൻ ലൂതർ പോലും സ്വന്തം കൈപ്പിടിയിലുള്ള ചാട്ടവാറ് കൊണ്ട് സ്വയം അടിച്ചു ദണ്ഡിപ്പിച്ചിട്ട് പുരോഹിതന് മുമ്പിൽ പോയി ഒരു ദിവസം 5 വട്ടം കുമ്പസാരിച്ചിട്ടും ലൂതർ പറയുന്നത്, എൻ്റെ അകത്തെ പാപബോധം മാറിയില്ല. എൻ്റെ മതം എന്നോട് പറയുന്നത് പിന്നെയും 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 നീ ചെയ്യുക. യെരുശലേമിൽ പള്ളിപണി നടക്കുന്നതിന് ഞാൻ അത് പാപവിമോചന ചീട്ട് തരുന്നുണ്ട്, നീ അത് വാങ്ങിക്കുക. വാങ്ങിച്ചാൽ നിന്റെ പാപം തീരുമാനടയാകും. പള്ളിപണി കഴിയുമ്പം അടുത്ത മറ്റൊരു പണി നടക്കും, അതിനും വാങ്ങിക്കണം പാപവിമോചന ചീട്ട്. മതം പറയുന്നതിനകത്ത് തൃപ്തിയില്ല കേട്ടോ, മതം പറയുന്നതിനകത്ത് ശാന്തിയില്ല കേട്ടോ. എന്നാൽ ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തരുന്ന വെള്ളം അത് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. മതത്തിന്റെ ബാന്ധവമില്ലാതെ, മതത്തിന്റെ പരിധിയില്ലാതെ, മതത്തിന്റെ പരിമിതിയില്ലാതെ എന്നേക്കും നിത്യജീവൻ തരാൻ ഉലകത്തിൽ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ പറ്റുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ. ഇന്ന് രാത്രി നിത്യജീവന്റെ സന്ദേശം അത് ക്രിസ്തുവിലൂടെ മാത്രമേ. മതത്തിന്റെ കണ്ണികൾക്കകത്തുനിന്ന് പുറത്തു വന്ന് ക്രിസ്തുവിനെ കാണണം. മതത്തിന് പുറത്തു വന്ന് ക്രിസ്തുവിനെ കാണണം. അവിടെ പറഞ്ഞൊരു ഭാഗമുണ്ട്, എന്നെല്ലാം വെള്ളം എനിക്കും വേണം. കർത്താവ് പറഞ്ഞ അടുത്ത നേരെ ധാർമ്മിക ചിന്താഗതിയിലേക്ക് വെളിച്ചം വീശി പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരും. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ക്രൈസ്തവ സന്ദേശത്തിനകത്ത് ധാർമ്മിക വെളിപ്പെടുത്തലുകളുണ്ട്, ധാർമ്മിക പരിവർത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഈ ജീവിതത്തിന്റെ മഹത്തകരമായ അവസ്ഥയെന്ന് പറഞ്ഞാൽ ധാർമ്മിക പരിവർത്തനമാണ്, ധാർമ്മിക രൂപപ്പെടലാണ്. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ധാർമ്മിക അധപ്പതനങ്ങൾ. എന്താ ധർമ്മമെന്ന് പറയുന്നത്? ഇവിടെ ചെയ്യേണ്ട കടപ്പാടുകൾക്കകത്തുനിന്ന് വിഭിന്നമായത് ചെയ്യുന്നത് മുഴുവൻ അധർമ്മമാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് പുലർത്തേണ്ട കടപ്പാടുകൾ, സമൂഹത്തോട് പുലർത്തേണ്ട കടപ്പാടുകൾ, ഞാനായിരിക്കുന്ന ദേശത്തോട് പുലർത്തേണ്ട കടപ്പാടുകൾ, വിദ്യാഭ്യാസ മേഖലയോട് പുലർത്തേണ്ട കടപ്പാടുകൾ, അതിന് വിരോധമായി പ്രവർത്തിക്കുന്നത് മുഴുവൻ അധർമ്മമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് ഞങ്ങൾ അധർമ്മികളായിരുന്നു, അധർമ്മത്തിന്റെ വഴിയിലായിരുന്നു. പക്ഷെ അധർമ്മത്തിന്റെ വഴിക്കകത്തു നിന്ന് ഞങ്ങളെ ധർമ്മത്തിന്റെ വഴിക്കകത്ത് കൊണ്ടുവന്ന് പരിവർത്തനം വീശിയത് ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ മതം പഠിപ്പിക്കാത്ത ഒരു സത്യധർമ്മത്തെ ഞങ്ങളുടെ ഉള്ളിൽ വെച്ചു തന്ന് ഞങ്ങളുടെ ഉള്ളിൽ ജീവൻ പകർന്നത് ക്രിസ്തുവിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് പരിവർത്തിതരായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ. മതം ഈ മാറ്റം വരുത്തിയില്ല, പക്ഷെ മാറ്റം വരുത്തിയൊരു ക്രിസ്തുവാ. അവരുടെ ധാർമ്മിക അവസ്ഥയെപ്പറ്റി വെളിപ്പെടുത്തി. അവിടെയും അവൾ പിന്നീട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. പ്രവാചകനെന്ന് ക്രിസ്തു അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൾ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആരാധനയിലേക്ക് നേരെ ആ സന്ദേശം വരിക. സത്യാന്വേഷികൾ അല്ലെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് സത്യാന്വേഷികൾ കടന്നു വരണം എന്ന് പറഞ്ഞാൽ ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ദൈവമാത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നോക്കണം, എവിടെ നിന്ന് തുടങ്ങിയത്? വെള്ളത്തിൽ തുടങ്ങി. എവിടെ എത്തി നിൽക്കുന്നു? ആരാധനയിൽ എത്തി നിൽക്കുന്നു. അപ്പൊ പൊളിയപ്പെടുമ്പോൾ എല്ലാം പൊളിയും. മതത്തിന് പുറത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കിണറ്റിന് പുറത്തു വന്ന് കണ്ണോടിച്ച് നോക്കിയ പൊളിയപ്പെടാൻ ഒത്തിരിയുണ്ട്. എന്നാൽ പൊളിയിക്ക മാത്രമല്ല, അവിടെ ഒരു പണി നടത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവനത്രേ കർത്താവായ യേശുക്രിസ്തു. അവൻ പുറത്തു വന്ന് നോക്കി. അവിടെ അവൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ കരുത്തായ ഒരു യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ ഇതിന് പുറത്തുകൊണ്ട്. അവൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആ മഷിക വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവൻ ആരെന്നറിഞ്ഞ ഞാൻ വിശ്വസിക്കാം? യേശു തന്നെത്താൻ റിവീൽ ചെയ്യുക, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. എവിടെ തുടങ്ങി? ഒരു വെള്ളത്തിൽ തുടങ്ങി. എവിടെ എത്തി? നിത്യജീവന്റെ മൊഴികളിലേക്കും സാക്ഷാൽ മഷികയ്ക്ക് മെസയാനിക് റെവലേഷനിലേക്കും എത്തി നിൽക്കുകയാണ്. അവൾ എന്താ എഴുതി വെച്ചത്? അവൾ വന്നത് എന്തിനു വേണ്ടിയാ? വെള്ളം കോരാൻ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവൾ പാത്രം പോലും ഇട്ടിട്ട് തിരിച്ചോടി നാട്ടിൽ പോയി അവൾ വിളിച്ചു പറയുന്നു, ഞാൻ ആരെ കണ്ടെത്തി? ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ഒരു നാട് മുഴുവൻ അവരുടെ വാക്ക് കേട്ട് തിരിച്ചു വരിക. ഇതാ ശരിക്കും നവോത്ഥാനം. ഇതാ ശരിക്കും ഞാൻ എന്തിനാ ഇത്രയും ദീർഘമായിട്ട് പറഞ്ഞു വന്നത്? ഇത് നവോത്ഥാനമാണെന്ന് പറയാനാ. കാരണം ഇവിടെ ഏത് സമയത്താ വെള്ളം കോരാൻ വന്ന? നട്ടുച്ച നേരത്ത് അന്ന് ഒറ്റ യഹൂദ സ്ത്രീകളും വെള്ളം കോരാൻ വരത്തില്ല എന്ന ധാർമ്മികമായിട്ട് അതപ്പതിച്ച അവളെ പ്രഭാതത്തിൽ വെള്ളം കോരാൻ കൂട്ടാൻ ആ നാട്ടിലാരും കാണത്തില്ല. പ്രദോഷത്തിൽ അവളെ കൂടെ കൊണ്ടുപോകാൻ ആരും ആ നാട്ടിൽ കാണത്തില്ല. അവരോടൊപ്പം സഞ്ചരിക്കാൻ അവൾക്കും താല്പര്യം കാണത്തില്ല. നട്ടുച്ച നേരത്ത് പാപത്തിന്റെ ഭാണ്ഡവും പേറി, നിരാശയുടെ ഭാണ്ഡവും
ജ്ഞാനവും ഏണ്ടിക്കൊണ്ട് നട്ടുച്ച നേരത്ത് സഞ്ചരിച്ച അവളെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിച്ച് ഇപ്പോൾ അവൾ നാട്ടിൽ ചെന്ന് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പം ഒരു നാട് മുഴുവൻ അവളുടെ കൂടെ ചേർന്ന് ക്രിസ്തുവിനെ കാണാൻ വന്നെങ്കിൽ ഇതല്ലേ സഹോദരങ്ങളെ നവോത്ഥാനം? ഇതല്ലേ നവോത്ഥാനം? ഇന്നലെ വരെ നാടിന് വേണ്ടാത്ത, ഇന്നലെ വരെ നാട്ടാർക്ക് വേണ്ടാത്ത ജീവിതങ്ങളെ ഉടച്ചു വാർത്തെടുത്ത് ദൈവത്തിന്റെ അച്ഛനകത്തെടുത്ത് അവരെ രൂപപ്പെടുത്തിയെടുത്ത് നാടിനും നാട്ടാർക്കും സമൂഹത്തിനും കൊള്ളാകുന്നവരായി മാറ്റി ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഇവിടെ ഇരുത്തിയത് എൻ്റെ ദൈവത്തിന്റെ കരങ്ങളുടെ അത്ഭുത വേലയാണെന്ന് അകത്ത് ജീവിതത്തിലൂടെ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ട്. അവർ ചേർന്ന കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ, എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്, എൻ്റെ ജീവിതത്തെ പരിവർത്തനം വരുത്തിയത്, ഞാൻ ഇന്നാകുന്ന തലങ്ങളിൽ എന്നെ ഒരുക്കി എടുത്തത് ക്രിസ്തു. ഇതാണ് നവോത്ഥാനം. ഇതാണ് നവോത്ഥാനം. മനുഷ്യനെ ഇങ്ങനെ മാറ്റാൻ കഴിയുമെങ്കിൽ ഇതാണ് നവോത്ഥാനം. ഇത് മതത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ നാട്ടിലും നടന്നിട്ടുണ്ട് നരബലി. അത് കേവലം 2022 ഇലന്തൂർ നടന്നതല്ല, അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. 1849 കോട്ടയത്ത് നടന്നിട്ടുണ്ട് നരബലി, ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട് നരബലി, എന്തിന് കൊല്ലത്ത് നടന്നിട്ടുണ്ട് നരബലി. ഈ നാട്ടിൽ നരബലി നടന്നു. ഞാൻ പറഞ്ഞത് നാളെയും നടക്കും. ഇലന്തൂര് നരബലി കേട്ടപ്പം ഇലന്തൂരുകാരെ കാണുമ്പോഴൊക്കെ കളിയാക്കി പറയുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പം തിരുവല്ലയിൽ നിന്ന് 10 കിലോമീറ്റർ മാരം ദൂരത്ത് നിൽക്കുന്ന ഞാൻ ഒരു ദിവസം രാവിലെ TV മാധ്യമങ്ങളിൽ കാണുന്നത് തൊട്ടടുത്ത് കുറ്റപ്പുഴയിൽ നടക്കാൻ അല്ലെങ്കിൽ കഷ്ടിച്ചൊരു സഹോദരി രക്ഷപ്പെട്ടു. കഷ്ടിച്ചൊരു സഹോദരി നരബലിക്കകത്തുനിന്ന് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് സാക്ഷരത സമ്പന്നതയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമെന്ന് പറയുന്ന പല സ്ഥലങ്ങൾക്കകത്തും എന്തു നടക്കുന്നു? നരബലി നടക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ സമൂഹം ഒന്നും മാറിയിട്ടില്ല. ഈ സമൂഹം ഒന്നും മാറിയിട്ടില്ല. ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. 1849 നരബലി നടന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. കോട്ടയത്തൊരു വലിയ പ്രമാണി അദ്ദേഹം പണിത തടയണകൾ മഴക്കാലത്ത് തട്ടി തകർന്നു പോവുകയാണ്. ആരോ തന്നോട് പറഞ്ഞു കൊടുത്തു, നിനക്കൊരു ശാപമുണ്ട്, ഈ ശാപം കൊണ്ട് ആ തടയണ തകർന്നു പോകുന്നത്. ആ ശാപം മാറാൻ ഒരു വഴി പറഞ്ഞു തരാം. 15ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെ കിട്ടിയാൽ അവിടെ കഴുത്തറത്ത് രക്തം ആ തടയണയുടെ മേൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ശാപം മാറും, തടയണയുടെ ശാപം മാറും. പിന്നെ മഴയത്തത് പൊട്ടിത്തകരത്തില്ലെന്ന് ആ മനുഷ്യനത് ചെയ്തു. 14ഉം 15ഉം വയസ്സ് പ്രായമുള്ള 3 പെൺകുട്ടികളെ തടയണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കഴുത്തറത്തവിടെ രക്തമോടെ ചീറിത്തെറിപ്പിച്ചൊഴിച്ചു. എവിടെ നടന്നത്? കേരളത്തിൽ നടന്നത്. ഇപ്പോഴെന്തിനാ നരബലി നടന്നത്? ഐശ്വര്യം കിട്ടാൻ, സമൃദ്ധി കിട്ടാൻ. 2 പേരെ 56 കഷ്ണവും 41 കഷ്ണവുമായിട്ട് വെട്ടിമുറിച്ചു. 1849ഉം 2022 തമ്മിൽ എന്തു വ്യത്യാസമാ ഉള്ളത്? എന്തു വ്യത്യാസമാ? അന്ന് ചെയ്തതിനേക്കാൾ ഏറ്റവും നീചവും നികൃഷ്ടവുമായത് ഇന്ന് ഈ നാട്ടിൽ ചെയ്യുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ നാട് മാറ്റം വരാൻ എന്തു നടക്കണം? അതിന്റെ മറുപടി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞത്, യേശു ക്രിസ്തു വരുത്തുന്ന യഥാർത്ഥ മനസ്സുകളുടെ യഥാർത്ഥ ജീവിതത്തിന്റെ പരിവർത്തനത്തിലേക്ക്, മാറ്റത്തിലേക്ക്, വീണ്ടും ജനലേക്ക് മടന്നു വന്നാൽ ഈ സമൂഹത്തിന് മാറ്റം വരും. അതുകൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്. ഈ സന്ദേശത്തിന് മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ, അത് ഞങ്ങളുടെ അനുഭവമായതുകൊണ്ടാ. പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത്, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു ഭാഗം, പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെയുള്ള ഒരു പരസ്യോഗ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നട്ടുച്ച നേരം 12 മണി, നല്ല സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. ദൂരെ നിന്നുകൊണ്ട് ചെറുപ്പക്കാരൻ എന്നെ വീക്ഷിക്കുന്നുണ്ട്. പ്രഭാഷണത്തിന് അനന്തരം അവൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ താങ്കൾ പറഞ്ഞതൊക്കെ ശരി, പക്ഷേ ഈ സന്ദേശത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? തൻ്റെ ജീവിതത്തെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അമ്പരന്ന് പോയി. 12 വർഷമായിട്ട് തുടങ്ങിയ മദ്യപാനമാണ്, മയക്കുമരുന്ന് ഉപയോഗമാണ്. തനിക്ക് ഭാര്യയുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരെ നോക്കത്തില്ല. നാട്ടിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങിയിട്ട് ഇപ്പം 4 മാസമായി. ഇതൊന്നല്ല, പല ആവർത്തി ഇതുപോലെ ഇറങ്ങും. ആരെങ്കിലുമൊക്കെ പിടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടിടും. പിന്നെയും ആ മനുഷ്യൻ പുറത്തിറങ്ങി വരും. താൻ പറഞ്ഞത്, എനിക്കൊരിക്കലും ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയും 11:30 വരെ ഞാൻ മദ്യപിച്ചു. എപ്പോഴോ ലക്ക് കെട്ടി ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റത് രാവിലെ 11:30. ഇപ്പം ഞാൻ പോകുന്ന പോക്ക് മദ്യം തേടി പോകുന്ന പോക്ക. ഈ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്തിയിട്ട് മാസം 4ആയി. എൻ്റെ വസ്ത്രം ഇതുവരെ മുഷിഞ്ഞു കിടന്നിട്ട് ഇതൊന്നും മാറ്റിയിടാൻ നല്ലൊരു വസ്ത്രമാരും വാങ്ങിച്ചു തന്നിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും കുപ്പി കിട്ടും.
എല്ലാ ദിവസവും കുപ്പി കിട്ടും. അങ്ങനെ കുറെ ആത്മാർത്ഥ സ്നേഹിതന്മാരുണ്ട്. ആവശ്യത്തിന് ഉതകത്തില്ലെങ്കിലും കുപ്പി കൊടുക്കാൻ, ചിയേഴ്സ് പറയാൻ ഉതകുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ആരോഗ്യമുള്ള കാലത്ത് ഇവരൊക്കെ കാണത്തുള്ളെന്നുള്ളത് അത് രണ്ടാമത്തെ ഒരു വസ്തുത. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വസ്ത്രമാരും എനിക്ക് വാങ്ങിച്ചു തന്നില്ല, എല്ലാ ദിവസവും കുപ്പി കിട്ടുന്നുണ്ട്. ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ധ്യാന കേന്ദ്രത്തിനകത്ത് കൊണ്ടുപോയി, ധ്യാന ഗുരുക്കളുടെ കൊണ്ടുപോയി എൻ്റെ മദ്യപാനം മാറ്റുവാൻ എനിക്ക് വിദഗ്ധ ചികിത്സകൾ തന്നു. ഇതിനൊന്നും എന്നെ മാറ്റാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭാര്യയും എൻ്റെ അപ്പനും എന്നെയും കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ എൻ്റെ മദ്യപാനത്തിനകത്തു നിന്ന് എനിക്ക് മുക്തി തരാൻ ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അടുത്ത 15 മിനിറ്റ് നല്ല സുബോധത്തോടെ ഞങ്ങൾ ആ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, ആരാ ക്രിസ്തുവെന്നും ക്രിസ്തുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞു. 15 മിനിറ്റിനപ്പുറത്തേക്ക് കണ്ണുനീരോടെ ആ മനുഷ്യൻ പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ ഭാര്യയെ വിളിച്ചു. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ പുറത്തു പോയിട്ട് എത്ര ദിവസമായി, ഞാനിവിടെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക, ഒരു ഉത്തരവാദിത്വവുമില്ല. ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയത്തില്ല, പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് കഴിയും. ആ മനുഷ്യന് വേണ്ടുന്നതൊക്കെ ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്നിട്ട് അന്ന് വൈകിട്ട് വിളിച്ചു, സാറേ ഞങ്ങൾ വീട്ടിലെത്തി, ഞാനിങ്ങ് വീട്ടിലെത്തി. അന്ന് രാത്രിയല്ല, പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. സാധാരണ മദ്യം കഴിക്കാതിരുന്ന് കൈ വിറയ്ക്കുന്ന ഞാൻ മദ്യമില്ലാതെ കഴിഞ്ഞ രാത്രി ഉറങ്ങിയെന്ന്, മദ്യമില്ലാതെ കഴിഞ്ഞ രാത്രി ഉറങ്ങിയെന്ന് പിന്നെയും വിളിച്ചു. ഞങ്ങൾ പാലക്കാട്ടുനിന്ന് യാത്ര ചെയ്ത് ഇങ്ങ് കൊല്ലത്ത് വരുന്ന സമയത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം പിന്നെയും വിളിച്ചു. ഈ 5 ദിവസമായി ഞാൻ ഇതുവരെ മദ്യം കുടിച്ചിട്ടില്ല. പിന്നെയും ആ മനുഷ്യൻ വിളിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, ഇതുവരെ 2 ആഴ്ചയായി ഇതുവരെയും ഞാൻ മദ്യം കുടിച്ചിട്ടില്ല. ഇപ്പൊ വർഷം 2.5 കഴിഞ്ഞു. ഇപ്പോഴും ആ മനുഷ്യൻ മദ്യം കുടിക്കുന്നില്ല. ആസക്തികൾക്കകത്ത് ആ മനുഷ്യനില്ല. അവിടെ ഒരു ആത്മീക കൂട്ടായ്മക്കകത്ത് ഇന്ന് താൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് 12 വർഷത്തെ അടിമത്തത്തെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിഞ്ഞത് മതത്തിനല്ല, അത് കഴിഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനാണെങ്കിൽ കൃപ ലഭിച്ചവർക്ക് ഇന്ന് രാത്രി ധൈര്യത്തോടെ, ദേശത്തോട്, അധികാരത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? മനുഷ്യരെ വിമോചിപ്പിക്കുന്ന, മനുഷ്യരെ പുറത്തു കൊണ്ടിരുന്ന, മനുഷ്യന് വിടുതൽ നൽകുന്ന, രക്ഷ നൽകുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം. അവനായിരിക്കുന്ന തലത്തിനകത്തുനിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ ക്രിസ്തുവിന് കഴിയും. അവൻ ഇന്നായിരിക്കുന്ന അവസ്ഥകളെ രൂപപ്പെടുത്താൻ ക്രിസ്തുവിന് കഴിയും. രൂപപ്പെടുത്തലും രൂപാന്തരവും നവീകരണവും വരുത്താൻ ക്രിസ്തുവിന് കഴിയും. ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ, നവോത്ഥാനം നൽകുന്ന യഥാർത്ഥ സന്ദേശം ഏക സത്യ ദൈവമായ ക്രിസ്തുവിൻ്റെ സന്ദേശം. അപ്പം അവിടുന്ന് ആരാണ്? ഏക സത്യ ദൈവമാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് നവോത്ഥാനം വരുത്താൻ കഴിയുന്നത്? അവിടുന്ന് ഏക സത്യ ദൈവമായതുകൊണ്ടാണ് നവോത്ഥാനം വരുത്താൻ കഴിയുന്നത്. ജീവിച്ചിരിക്കും കാലത്ത് ആരുടെയെങ്കിലും ഒക്കെ നിർദ്ദേശങ്ങൾ കൊണ്ട് ദൈവമായി തീർന്നവനല്ല, പ്രത്യേക സിദ്ധവിദ്യകൾ നടത്തിക്കൊണ്ട് ദൈവമായതുമല്ല, മറിച്ച് അവൻ ദൈവമായിരുന്നവൻ ആത്യന്തികമായ മനുഷ്യ വിമോചനത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന വ്യക്തിപ്രഭാവമായതുകൊണ്ട് അവിടുത്തേക്ക് മനുഷ്യന് നവോത്ഥാനം വരുത്താൻ കഴിയും, പരിവർത്തനം വരുത്താൻ കഴിയും. അപ്പൊ രണ്ടാമത്തെ സന്ദേശം യേശുവിൻ്റെ സന്ദേശം, നവോത്ഥാനത്തിൻ്റെ സന്ദേശം. അടുത്തത് മൂന്നാമത്തത് പരമമായതെന്ന് പറയാം. യേശുവിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശം. ലോകം മുഴുവൻ ഇന്ന് ഓടി നടക്കുന്നത് സ്നേഹത്തിന് വേണ്ടി. എവിടെ സ്നേഹം കിട്ടുമെന്ന് ഓടി നടക്കുന്നേ. പക്ഷെ ഓടി നടന്നിട്ട് മനുഷ്യൻ എവിടെയും സ്നേഹം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇന്നത്തെ സ്നേഹമൊക്കെ ഭയങ്കര വിചിത്രമാണ്. ഇന്നത്തെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ പത്രത്തിൽ കേൾക്കുന്ന വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ട്. പ്രേമ നൈരാശ്യത്തിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കൊന്നുകളഞ്ഞു, കഴുത്തറത്ത് കൊന്നു, ആ വെട്ടിത്തീർത്തു. എന്താണ് ഈ ലോകം? എവിടെയാണ് എത്തി നിൽക്കുന്നത്? സ്നേഹമെന്ന എല്ലാത്തിനും പേര് പറയുന്നത്. സ്നേഹം നടിച്ചു വഞ്ചിച്ചു, സ്നേഹം നടിച്ച് അതിക്രമങ്ങൾ നടത്തി. എവിടെ എത്തി നിൽക്കുന്നത്? ഇവിടെയുള്ള നമ്മൾ സ്കൂളിൽ പഠിച്ച പല രാസനാമങ്ങളും ഉപയോഗിക്കേണ്ട മരുന്നുകൾ പലതും ഇന്ന് ജനകീയമാക്കിയത്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചത് ഇവിടുത്തെ സ്നേഹത്തിൻ്റെ പേരില. കഷായം നല്ലതാ, പക്ഷെ അതിനകത്ത് കീടനാശിനിയുടെ കയറിയ സംഭവം പോയി. കഷായം നല്ലതാ, പക്ഷേ സ്നേഹത്തിൽ ഈ കഷായം കൊടുത്തത് എങ്ങനെയാ? സ്നേഹത്തിൻ്റെ പേരിൽ. അല്ലാതെ നിർബന്ധിച്ചതിനകത്ത് വിഷമെന്ന് പറഞ്ഞ ആരെങ്കിലും കഷായം കുടിക്കോ? കുടിക്കത്തില്ലെന്ന്. സ്നേഹത്തോടച്ച കുടിക്കാൻ പറഞ്ഞു കാണും, അങ്ങനെ കൊടുത്തത്. അപ്പം സ്നേഹത്തിൻ്റെ പേരിൽ കഷായം കൊണ്ടൊരു ചെറുപ്പക്കാരനെ തകർത്തു കളഞ്ഞു. ഇപ്പുറത്തെ ഭാഗം ഒട്ടും സന്തോഷിക്കണ്ട, അവിടെ ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട് സയനൈഡ് എന്ന് പറഞ്ഞു. പക്ഷേ സയനൈഡിനെ ഏറ്റവും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ച ഒരു ആൻറ്റി ഉണ്ട്, കൂടത്തായിൽ ആൻറ്റി. ചോദിച്ചപ്പറയും എങ്ങനെയാ സയനൈഡ് ഉപയോഗിക്കുന്നതെന്ന്.
ഉപയോഗിക്കുന്ന, അപ്പനെ കൊല്ലാൻ, അമ്മയെ കൊല്ലാൻ, ഭർത്താവിനെ കൊല്ലാൻ, മക്കളെ കൊല്ലാനൊക്കെ സയനൈഡ് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേക രൂപീകരണം നടത്തിയ ഒരു വനിതയെപ്പറ്റി നമ്മൾ കേട്ടു. ഇപ്പുറത്തും ഒട്ടും മോശമല്ല, സ്വന്തമായിട്ട് കത്തി ഉണ്ടാക്കിയിട്ട് കോഴിയെ കഴുത്തറക്കുന്നത് പോലെ പെൺകുട്ടിയെ കഴുത്തറത്ത ചെറുപ്പക്കാരൻ പ്രേമ നൈരാശ്യത്തിൻ്റെ പേരിൽ 14 കിലോമീറ്റർ നടന്നു വന്ന് ആ പെൺകുട്ടിയുടെ അപ്പൻ്റെ കട കത്തിച്ചിട്ട് പിന്നെയും 4 കിലോമീറ്റർ നടന്നു പോയി അവൾ ഉറങ്ങുന്ന വീട്ടിൽ കയറി 2ാം നിലയുടെ മുകളിൽ കയറി പെട്രോൾ ഒടിച്ച് കൊന്നുകളഞ്ഞ ചെറുപ്പക്കാരനെ കണ്ടു. എത്രയേ സമൂഹത്തിനകത്ത് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം രസകരമായി മറ്റൊരു സംഭവം കണ്ടു. ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള പ്രേമബന്ധം തകർന്നിട്ട് പെൺകുട്ടി അവൾ മെസ്സഞ്ചറിലൂടെ മറ്റൊരുത്തനുമായിട്ട് പ്രേമബന്ധം സ്ഥാപിച്ചു. അവസാനം പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ വരികയാണ്. ഡാർലിംഗ് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. ഞാൻ കാണാൻ വരിക, രാത്രി ഇറങ്ങി ഒന്ന് പുറത്തു വരണം. ഇറങ്ങിച്ചെന്നു, 2:30 പുറത്തു ചെന്നു. ഹെൽമെറ്റ് മാറ്റിയപ്പം പഴയ ആള് തന്നെ പുതിയ തുരുത്തിയിൽ ആളവിടെയുണ്ട്. ഹെൽമെറ്റ് മാറ്റിയപ്പോഴേ അപകടം മണത്തത്. തിരിച്ചോടുന്നതിന് മുമ്പ് അവൻ കഴുത്തറത്തും. എല്ലാത്തിൻ്റെയും പേര് സ്നേഹമെന്നാ. ഇതൊക്കെ ഈ സമൂഹത്തിനകത്ത് കാണുന്ന സ്നേഹം. പക്ഷെ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി സ്നേഹം എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. സ്നേഹം എന്തെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നൊരിടമുണ്ട്. അതെവിടെയെന്നറിയുമോ? ഇവിടുത്തെ സ്നേഹങ്ങൾ മുഴുവൻ സ്വാർത്ഥതയ്ക്ക് വഴിമാറുമ്പം, ഇവിടുത്തെ സ്നേഹം മുഴുവൻ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴിമാറുമ്പം, ഇവിടുത്തെ സ്നേഹം മുഴുവൻ അഭിനയമായി മാറുമ്പം, അതിൻ്റെ നടുവിൽ അഭിനയങ്ങൾ ലേശമില്ലാതെ, കളങ്കങ്ങൾ ലേശമില്ലാതെ മുഴുവൻ സ്നേഹം എന്തെന്ന് ലോകത്തിന് കാട്ടിത്തന്ന ഒരു മഹാസ്നേഹമുണ്ട്. ഇന്ന് രാത്രി അത് ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയും. അതാണ് യേശുവിൻ്റെ സ്നേഹമെന്നുള്ളത്. സ്നേഹമെന്തെന്ന് വെളിപ്പെടുത്തി. ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അണികൾ ഏറ്റവും മുമ്പിൽ നിന്ന് തല്ല് വാങ്ങിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാരുടെ AC മുറിക്കകത്തുണ്ട്. അണികളുടെ മക്കൾ സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും അധികം നേതാക്കന്മാരുടെ മക്കൾ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അണികളെ മുമ്പിൽ നിർത്തി തല്ല് വാങ്ങിച്ചിട്ട് AC മുറിയിലിരിക്കുന്ന നേതാക്കന്മാരെ ലോകം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരുവനുണ്ട്, ഒരു നേതാവുണ്ട്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരുവനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. അവന്റെ പേര് കർത്താവായ യേശുക്രിസ്തു. ഇവിടെ സ്നേഹം മുത്തുകടിയുമ്പം കയ്യിൽ ഒരല്പം ബ്ലേഡ് കൊണ്ടൊന്ന് പോറിയിട്ട് 4 ഡ്രോപ്പ് ബ്ലഡ് വരും. ഈ 4 ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ട് വെള്ളപ്പേപ്പറിനകത്ത് ഐ ലവ് യു എന്ന് എഴുതി കൊടുക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് സ്നേഹമാണെന്ന് പറയുന്നത്. കയ്യിലെ ഒരു 4 ഡ്രോപ്പ് വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ചോരക്കകത്തായി ഐ ലവ് യു പറയുന്നൊരു സ്നേഹമെന്ന് പറയും. പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നൊരു സ്നേഹമെന്ന് പറഞ്ഞാൽ 4 ഡ്രോപ്പ് ബ്ലഡ് അല്ല, മറിച്ച് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും മനുഷ്യന് വേണ്ടി ഊറ്റി തന്ന ഒരു മഹാസ്നേഹമുണ്ട്, ഒരു ഉത്തമമായ സ്നേഹമുണ്ട്, ഒരു ഉദാത്തമായ സ്നേഹമുണ്ട്. അതാണ് യേശുവിൻ്റെ സ്നേഹം. ഇന്ന് രാത്രി അറിയുവാണെങ്കിൽ ആ സ്നേഹത്തെ അറിയണം. ഓടി വരാൻ പറ്റുമ്പോൾ ചെറുപ്പക്കാരെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ നോക്കി ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുവാണെങ്കിൽ സ്വാർത്ഥതയുടെ സ്നേഹത്തിന്, വഞ്ചനയുടെ സ്നേഹത്തിനകത്ത് കുടുങ്ങിപ്പോകുന്നതിന് മുമ്പേ ഇന്ന് രാത്രി അറിയണം, ഒരു സ്നേഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്നൊരു മഹാസ്നേഹമുണ്ട്. കുടുങ്ങിപ്പോവരുത്, തകർന്നു പോവരുത്. ഈ ജീവിതം തകർന്നു പോകാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. അടുത്ത തലമുറയെ ഓർത്ത് ഭാരമകത്ത് തുളുമ്പിക്കിടക്കുക. കാരണം അവർ പോകുന്ന വഴിത്താര MDMA തുടങ്ങിയുള്ള മാരക ലഹരി മരുന്നുകൾക്കകത്ത് അടുത്ത തലമുറ നിൽക്കുമ്പം എവിടെ എത്തി നിൽക്കുന്നത്? സ്നേഹം എന്തെന്ന് കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അടുത്ത് ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അവൻ സഞ്ചരിക്കോ? അങ്ങനെയെങ്കിൽ നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, അറിയണം നിങ്ങൾ ഈ സ്നേഹത്തെ, അറിയണം നിങ്ങൾ ഈ ക്രിസ്തുവിനെ. ഹൃദയം തുറന്നു കൊടുക്കണം ക്രിസ്തുവിന് വേണ്ടി. ആയുസ്സിൽ ഒരു സ്നേഹത്തിനും നിങ്ങളെ വഴിമാറ്റാൻ കഴിയത്തില്ല. കാരണം ഈ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം നടത്താൻ തുടങ്ങിയാൽ, ഈ ആയുസ്സിൽ ഒരു മനുഷ്യനും വേർപിരിക്കാൻ കഴിയാത്ത ആഴമായൊരു സ്നേഹമായത്. ഈ സ്നേഹം വെളിപ്പെട്ട സ്ഥലമുണ്ട്. ഗബദ, ഗെത്സമന, ഗബദ, ഗോൽഗോത്ത. നിങ്ങൾ ആ തലങ്ങളിലേക്കൊന്ന് വരണം. ജോഷ് മക്ഡവൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു വിധി അർഹിക്കുന്ന പുതിയ തെളിവെന്നൊക്കെ പറയുന്ന തൻ്റെ പുസ്തകം, പുനരുദ്ധാന ഘടകം എന്ന് പറയുന്ന തൻ്റെ പുസ്തകം. ഈ 2 പുസ്തകത്തിനകത്ത് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിനെ അടിച്ചൊരു സ്ഥലം ഗബദ, നമുക്കെല്ലാം അറിയാം. ഗബദയ്ക്ക് ഒരു കൽത്തളം, ഒരു കൽക്കെട്ടവിടെയുണ്ട്. ഈ കൽക്കെട്ടിൻ്റെ അവിടേക്ക് ഒരു ചെറുപ്പക്കാരനെ, അവനെ ഇങ്ങനെ നേരെ പുറംതിരിച്ച് ചേർത്ത് കിട്ടും. ശരിക്കും അവിടെ അടിക്കുന്ന ചാട്ടമാണെന്ന് നമ്മളങ്ങ് പറയും. അത് റോമൻ ഫ്ലാഗ്രം. അത് കേവലം ഒരറ്റം മാത്രമല്ല, ഒരു ചാട്ടം മാത്രമല്ല, ഒരു കൈപ്പിടിക്കകത്ത്, ഒരു മരപ്പിടിക്കകത്ത്
പല ആകൃതിയിലുള്ള, പല നീളത്തിലുള്ള 5 മുതൽ 7 വരെ ചാട്ടകൾ ഒറ്റ പിടിക്കകത്തുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മറ്റു തീയക്കട്ടകളുണ്ട്, എല്ലിൻ കഷ്ണങ്ങളുണ്ട്, കുപ്പിച്ചില്ലുകൾ അതിൻ്റെ കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 5 മുതൽ 7 വരെയുള്ള ഒറ്റ കൈപ്പിടിക്കൊതുങ്ങുന്ന ചാട്ടകൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരുവൻ്റെ പുറത്തെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലത് തലയിൽ കൊള്ളും, ചിലപ്പോൾ ചിലത് പുറത്തു കൊള്ളും, ചിലത് നടുവിന് കൊള്ളും, ചിലത് അവൻ്റെ കാലിന്മേൽ കൊള്ളും. അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരേ സമയം ആഘാതമേൽപ്പിക്കും. ഇതാണ് യേശുവിൻ്റെ പുറത്തേക്ക് അവർ ആഞ്ഞാഞ്ഞടിക്കുവാനിടയായത്. റോമൻ ഫ്ലാഗ്രത്തെ ആ ഗബതയിൽ അവൻ്റെ പുറത്തേക്ക് ആഞ്ഞാഞ്ഞടിച്ചു. പിന്നെയും ജോഷ് മഗ്ലബ് എഴുതി വെക്കുന്നത് ഇപ്രകാരമാണ്: ഇത് ഒരുവൻ്റെ ദേഹത്ത് 3 അടി അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ഈ ശരീരത്തിൻ്റെ തോലുകൾ തകരപ്പെടും, അല്ലെങ്കിൽ അവൻ്റെ സ്കിന്ന് തകരപ്പെടും. അടുത്തത് 6 അടിയിൽ മുകളിലേക്ക് പോകുമ്പം അവൻ്റെ രക്തധമനികൾ തകർന്ന് രക്തം ധാരധാരയായി പൊട്ടി ഒഴുകിത്തുടങ്ങും. അടി ഒരു 15 മുതൽ 20 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ മാംസങ്ങൾ അടിയോടൊപ്പം അവിടെ ആ സ്ഥലത്ത് മുഴുവൻ ചിതറിത്തെറിക്കുവാനിടയാകും. ശ്രദ്ധിക്കണം, മാംസം ചിതറിത്തെറിക്കും. അത് വിനാഗിരി ലായിൽ മുക്കിയിട്ട് പിന്നെയും ആഞ്ഞടിക്കുമ്പം ആ മാംസം പിന്നെയും ആഞ്ഞാഞ്ഞവിടെ തെറിക്കപ്പെടുവാനിടയാകും. രക്തം കൊണ്ട് ആ സ്ഥലം മുഴുവൻ കലുഷിതമാകുവാനിടയാകും, രക്തത്തളം കെട്ടിക്കിടക്കുവാനിടയാകും. ആ മനുഷ്യൻ പിന്നെയും ഭീകരമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്: 30 അടിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മനുഷ്യൻ്റെ വയറുവര തുരന്ന് അകത്തെ കുടലുകൾ പോലും പുറത്ത് തൂങ്ങിക്കിടക്കുന്ന നിലവാരങ്ങളിൽ അത്രയ്ക്ക് ഭീകരമാണ് ഫ്ലാഗ്രം കൊണ്ടുള്ള അടി. ഇത് മുഴുവൻ ആ ഗബതയിൽ നമ്മുടെ അരുമനാഥം 33.5 വയസ്സുകാരൻ ആ തങ്ക തിരുമേനി ഈ അടി മുഴുവൻ വാങ്ങിക്കുന്നു. എന്തിനു വേണ്ടി? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് അവൻ അത് സഹിച്ചു. എബ്രായ ലേഖനകർത്താവ് എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്: തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്തിനാ? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. ആരാ ഈ സന്തോഷം? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുവാ. നമ്മളെ അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് കണ്ടു. ഈ രാത്രി കൺവെൻഷനകത്ത് പ്രസംഗിക്കുന്ന എന്നെ അവൻ കണ്ടു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ അവൻ കണ്ടു. അതുകൊണ്ട് ആ റോമൻ ഫ്ലാഗ്രം ദേഹത്താഞ്ഞു പഠിക്കുമ്പോഴും അവൻ അത് സഹിച്ചു. ഇതല്ലേ കുഞ്ഞെ സ്നേഹം? ഇതല്ലേ ചെറുപ്പക്കാര സ്നേഹം? അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന മഹാസ്നേഹം. അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: അവൻ ക്രൂശിനെ സഹിച്ചത് കൊണ്ട് നിങ്ങളുടെ ഉള്ളി ക്ഷീണിച്ചു പോകണ്ട, അവനെ ധ്യാനിച്ചാൽ മതി. ഹല്ലേലൂയ. ഹൃദയം ക്ഷീണിക്കാതെ അവനെ ധ്യാനിക്കണം. ഞാൻ പറഞ്ഞത് ഇവിടെ ആ സ്നേഹം വെളിപ്പെട്ടത്. ഇത്രയും തകർത്തപ്പോഴും 300 പൗണ്ട് ഭാരമുള്ള മരക്കുരിശ് പിന്നെയും ആ തോളിൽ ഇരിക്കാനുണ്ട്. അവൻ അതും സഹിച്ചു. അദ്ദേഹം പറയുന്നത്, ഇങ്ങനൊരു അടി കൊണ്ടൊരു മനുഷ്യനെ പിന്നെ വലിച്ചെടച്ചോണ്ടേ അവിടെ പോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവൻ വലിച്ചടഞ്ചല്ല അവിടെ പോയത്, അവൻ ആ തോളിൽ ആ മരക്കുരിശും വഹിച്ചോണ്ട എന്ന് പറഞ്ഞാൽ ഒരു വേദനയും അവൻ ഒഴിച്ചു മാറ്റിയിട്ടില്ല. ഷിമോൻ അവൻ്റെ ക്രൂശ് ചുമന്നൊന്നും കാണുന്നില്ല, ആ ക്രൂശിൻ്റെ ആഗ്രഹം ഒന്ന് താങ്ങിക്കൊടുത്തതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ തൻ്റെ വേദന അല്പസമയത്തേക്ക് ആർക്കും അവൻ മാറ്റിക്കൊടുത്തില്ല, മുഴുവേദനയും അവൻ സഹിച്ചു. അവൻ മരിച്ചതോ? എഴുതി വെച്ചതൊരു കാര്യമുണ്ട്: അവൻ ഒരിക്കലും മയക്കുമരുന്ന് കുടിച്ചു മരിച്ചതല്ല. അവിടെ അവന് അല്ലെങ്കിൽ കയ്പ് കലക്കിയ അവൻ കണ്ടിവണ്ണ കൊടുത്ത സമയത്ത് അവൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അവൻ അത് നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ വേദന കുറയ്ക്കുന്ന ലഹരി മരുന്ന് ചേർത്ത് കൊടുത്തപ്പോൾ യേശു അത് നിഷേധിച്ചു. കാരണം ലഹരി മരുന്ന് കുടിച്ച് അർദ്ധബോധാവസ്ഥയിൽ സഹിക്കേണ്ടതല്ല, നല്ല സുബോധത്തോടെ അവൻ സഹിച്ചു. ഇവിടെ ആരൊക്കെ പറയുന്നത് പോലെ അവൻ അവിടെ വെച്ച് ബോധം നഷ്ടപ്പെട്ടു, അല്ലാതെ മരിച്ചില്ല. ബോധം നഷ്ടപ്പെട്ടതേ ഉള്ളൂ. ബോധം നഷ്ടപ്പെട്ടപ്പം ആ ക്രൂശിൽ നിന്ന് ഇറക്കി താഴെ കൊണ്ടുവന്ന് നല്ല സുഗന്ധദ്രവ്യമൊക്കെ പൂശിയപ്പോൾ നല്ല തണുപ്പ് കിട്ടി. ആ മനുഷ്യൻ ആ 3-ാം ദിവസം കല്ല് തള്ളി പുറത്ത് വന്ന് അവിടുന്ന് നടന്നിങ്ങ് കാശ്മീരി വന്ന് കല്യാണം കഴിച്ച് 2 പിള്ളേരുമായിട്ട് ജീവിച്ചെന്ന് ഒരു പുസ്തകം ഉണ്ടെന്ന് നിങ്ങൾ വായിക്കണം. അതിനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെ. ഇത് വിശ്വസിക്കാനാണോ എളുപ്പം? നോക്കണം, ഇത്രയും ഫ്ലാഗ്രം കൊണ്ട് അടി സഹിച്ച മനുഷ്യൻ ആ കാൽവറിയിൽ മരണപ്പെടുക മാത്രമല്ല, അവൻ്റെ വയറ് കുത്തിയപ്പം അവിടെ നിന്ന് രക്തവും വെള്ളവും ഒക്കെ പുറത്തു വന്നെന്ന്. അടുത്തത് ഇതാരാ നടപ്പാക്കിയത്? കൈസറാ നടപ്പാക്കിയത്. കൈസറിൻ്റെ ആധിപത്യത്തിലുള്ള പീലാത്തോസ് എന്ന് പറയുന്ന ആ ഗവർണർ അത് നടപ്പാക്കിയത്. എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചോ എന്നുള്ള ഉത്തരവാദിത്തം ഗവർണർക്കുള്ളതാ. ഇല്ല, നാളെ കൈസറിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവൻ അത് മുഴുവൻ സഹിച്ചു മരിച്ചു.
ഞാൻ പറഞ്ഞത് ക്രൂശിൽ ഒരു വേദനയും മാറ്റി നിർത്തിയില്ല, ഒരു സപ്ലിമെന്റുകളും എടുത്തില്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടുകളും അതിനകത്തില്ല. മുഴുവൻ അവൻ സഹിച്ചു, വേദന മുഴുവൻ അവൻ സഹിച്ചു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. അവനെ തകർത്തു കളയാ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ലാതെ അവൻ മുഴുവൻ സഹിച്ചിട്ടും ഏറ്റവും ആദ്യം ആ ക്രൂശി കിടന്ന് അടുത്തത് ക്രൂശിനെ പറ്റി പറയാം. ഈ ക്രൂശി കിടക്കുമ്പം അവിടെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ രക്തത്തിനകത്ത് ഒരു മഞ്ഞ ദ്രാവകം ഫോം ചെയ്യും. അതവന്റെ ശരീരത്തിനകത്ത് മുഴുവൻ കഠിന വേദന സൃഷ്ടിക്കപ്പെടും. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവൻ അവിടെ വല്ലാതെ വിമ്മിഷ്ടം അനുഭവിക്കപ്പെടും. ഇവിടെ ഒരു അല്പം ശ്വാസത്തിന് വേണ്ടി കോവിഡ് കാലത്ത് അനുഭവിച്ച വിമ്മിഷ്ടം എന്തെന്ന് നമുക്കറിയാം. ഇപ്പോഴും കോവിഡ് ബാധിച്ചവർ ആ വിമ്മിഷ്ടം അതിൻ്റെ പല തലങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനൊന്നുമല്ല. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുന്ന തലമാ കാൽവറി എന്ന് പറയുന്നത്. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി അതിവേദനയിലൂടെ അവൻ അതും സഹിച്ചു. പക്ഷെ എന്നിട്ടും ആ വായിന്ന് പുറപ്പെട്ടു വന്ന ആദ്യത്തെ വാക്കെന്താ? അവിടെ ഞാൻ സ്നേഹമെന്താ ക്ഷമയെന്തെന്ന് വിളിച്ചു പറയുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നോട് നോ പറഞ്ഞെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ നേരെ വാളോങ്ങുന്ന ചെറുപ്പക്കാരൻ കേൾക്കണം, ക്ഷമ വെളിപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇത്രയും ചെയ്തിട്ടും അവൻ ക്ഷമിച്ചു. ഇതാ ക്രിസ്തു, ഇതാ ഞങ്ങളുടെ സന്ദേശത്തിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് വാലെടുത്ത് ഞങ്ങൾ വിപ്ലവം നടത്താത്തത്, ബസ്സിന് കല്ലെറിയാത്തത്, സമരം നടത്താത്തത്, ഹർത്താൽ നടത്താത്തത്. കാരണം ഞങ്ങളുടെ മാർഗം അക്രമത്തിന്റെ മാർഗമല്ല, ഞങ്ങളുടെ മാർഗം സമാധാനത്തിന്റെ മാർഗമാ. ഞങ്ങളുടെ മാർഗം ക്രിസ്തുവിന്റെ മാർഗമാ. ഞങ്ങളുടെ മാർഗം ക്ഷമയുടെ മാർഗമാ. ഹല്ലേലൂയ. അവിടുന്ന് ഇത് മുഴുവൻ സഹിച്ചിട്ടും ആ വാ തുറന്ന് ആദ്യം പറഞ്ഞത്, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. ഈ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന മഹാസ്നേഹത്തിന്റെ സന്ദേശമാണ് യേശുവിൻ്റെ സന്ദേശം. ഏറ്റവും പരമമായ കാര്യം ആ സ്നേഹത്തോട് ചേർത്ത് ഞാൻ പറയാം, ഈ സന്ദേശം വിമോചനത്തിന്റെ സന്ദേശമാണ്. പാപമെന്ന കരാളഹസ്തം മാനവകുലത്തിന്റെ മുഴുവൻ തലമുതിർന്ന് അവൻ്റെ നേരെ ഫണം വിടത്തി നിൽക്കുമ്പം അതിനകത്തേക്ക് ഇറങ്ങി വന്ന് അവനെ പിടിച്ചു കരകയറ്റിയ ഒരു ഉദ്ധാനത്തിൻ്റെ സന്ദേശമുണ്ടെങ്കിൽ അതാണ് യേശുവിൻ്റെ സന്ദേശം എന്നുള്ളത്. മതങ്ങളും കർമ്മകാണ്ഡങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുഴുവൻ മനുഷ്യനെ നോക്കി പറഞ്ഞു, രക്ഷപ്പെടൂ, ഞങ്ങൾ മാർഗം പറഞ്ഞു തരാം. വെള്ളത്തിനകത്ത് മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യന് കർമ്മകാണ്ഡങ്ങൾ കൊണ്ട് കാര്യമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 2018 വെള്ളപ്പൊക്കത്തിൽ 14 ദിവസം ഞങ്ങൾ അവിടെ ബുദ്ധിമുട്ടിയൊരു സമയമുണ്ട്. അന്ന് ഞങ്ങളെ അവിടെ രക്ഷിച്ച പലരും ഈ നാട്ടിൽ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ബോട്ടുമായിട്ട് വന്ന മത്സ്യബന്ധന തൊഴിലാളി സഹോദരങ്ങളാണ്. അവർ വന്ന് അവരുടെ ബോട്ടുമായിട്ട് ആ നാട്ടിൽ വന്ന് പിടിച്ച് കയറ്റി കൊണ്ടുപോയിരുന്നില്ലെങ്കിൽ ആ നാട്ടിൽ ഒത്തിരി പേര് മരിച്ചു പോയേനെ. സജിച്ചെറിയാൻ MLA പോലും അവിടെ കിടന്ന് ആർത്തലച്ച് കരഞ്ഞത് നമ്മൾ TV മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഞാൻ പറഞ്ഞത്, ഈ നാട്ടിൽ നിന്ന് അവരെവിടെ വന്നു? ചെങ്ങന്നൂർ വന്നു, പള്ളിപ്പാട് വന്നു, പാണ്ടനാട് വന്നു, ആറാട്ടുപുഴ വന്നു. അവിടെ നിന്ന് പിടിച്ച് കരകയറ്റി ബോട്ടിനകത്ത് കയറ്റി അവർ രക്ഷിച്ചു. ഇവിടെ നിന്ന് ഫോണിൽ വിളിച്ച കാര്യം നടക്കത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കാര്യമില്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് കാര്യമില്ല. കാരണം നടക്കൂല. കാരണം ഇവിടെ നിന്ന് അവരവിടെ വന്ന് പിടിച്ചു കയറ്റാതെ ആ നാട്ടിലുള്ളവർ രക്ഷപ്പെടത്തില്ല. മതങ്ങൾ ദൂരെ നിന്ന് പറഞ്ഞു ചെയ്യ ഇത് പ്രവർത്തിക്ക് രക്ഷപ്പെടും. പക്ഷെ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് പകരം ഞാൻ ചെയ്യാം. നിങ്ങളുടെ പാപത്തെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പകരമായി ഞാൻ മരിക്കാം. നമ്മളെന്താ കൊടുത്തത്? നമ്മൾ കൊടുത്തത് നമ്മുടെ പാപമാണ്. നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വെച്ച വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇത് വെറും ഒരു ജീവനല്ല, ഇത് അവസാനിക്കാത്ത ജീവനാ. ഇത് വെറും ഒരു ജീവനല്ല, ഇത് സമൃദ്ധിയായ ജീവനാ. ഇത് വെറും ഒരു ജീവനല്ല, ഇത് നിത്യജീവനാ. അപ്പൊ ക്രിസ്തു തന്നതെന്താ? നിത്യജീവനാ. ഇന്ന് പകൽ ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേര് കിട്ടിയ വീടിൻ്റെ പേരിൽ അങ്ങ് അഭിമാനിക്കണ്ട. ആയുസ് കിട്ടിയ ഏറ്റവും വലിയ ദാനം നിത്യജീവനാ. ആയുസ് കിട്ടിയ ഏറ്റവും വലിയ ദാനം നിത്യജീവനാ. ഇവിടെ വീട് കിട്ടിയതല്ല വലുത്, ഇവിടെ കാറ് കിട്ടിയതല്ല വലുത്. ഇവിടെ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകന് കർത്തവുമായിട്ട് അംഗീകരിക്കാൻ പറ്റി. അവൻ ഇപ്പോഴും എൻ്റെ അപ്പനാന്നുള്ള ബോധ്യത്തോടെ ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സന്തോഷം. 100-ലധികം കണ്ടുപിടുത്തം നടത്തിയിട്ട് ഏറ്റവും അവസാനം തോമസ് ആൽവ എഡിസണോട് ചോദിച്ചു, എഡിസൺ, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അത്? ഏത് ഇൻവെൻഷനാണ് നിങ്ങൾ ആദ്യത്തെ സ്ഥാനത്ത് കൊടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ 100 കണക്കിന് ഇൻവെൻഷനിൽ ഒരെണ്ണം പോലും 1ാം സ്ഥാനത്ത് നിൽക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, the day when I found Jesus as my personal savior. ഏത് ദിവസമാണോ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ കണ്ടെത്തിയത്, ആ ദിവസമാ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ
ശുഭദിനമെന്നുള്ളത്. ഇന്ന് രാത്രി അതിന് തുല്യം പറയാൻ വേറൊരു ദിവസമില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ എന്റേതായി തീർന്നത്. ഈ സന്ദേശം വിമോചനത്തിന്റെ സന്ദേശ. അടുത്തത് ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ഈ സന്ദേശം ജയത്തിന്റെ സന്ദേശ. ഇന്ന് രാത്രി 32 വയസ്സുകാരൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ പിൻപിലെ കാര്യം ഈ സന്ദേശം ജയത്തിന്റെ സന്ദേശം ആയതുകൊണ്ടാണ്. കൺഫ്യൂഷ്യാനിസത്തിന്റെ പ്രചാരകനായ കൺഫ്യൂസസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അങ്ങനെ തുടങ്ങിയുള്ള തത്വജ്ഞാനികൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഏകാധിപതിമാർ, അലക്സാണ്ടറും ഷാമിലിയൻ തുടങ്ങിയുള്ള വ്യക്തിപ്രഭാവങ്ങൾ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, സ്റ്റാലിൻ തുടങ്ങിയുള്ള വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ ആചാര്യന്മാർ, ചിന്തകന്മാർ, റൂസ്വെൽറ്റ്, വിൻസെന്റ് ചർച്ചിൽ തുടങ്ങിയുള്ളവർ, മഹാത്മാഗാന്ധി തുടങ്ങിയുള്ള വ്യക്തികൾ, വ്യക്തിപ്രഭാവങ്ങൾ, എഴുത്തുകാരന്മാർ, വില്യം ഷേക്സ്പിയർ, അതുപോലെയുള്ള ഒത്തിരി വ്യക്തിപ്രഭാവങ്ങൾ, ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് യേശുവിനെ മാറ്റി നിർത്തുന്ന ഘടകം അതാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിന്റെ ആവേശം. ഇവരുടെയൊക്കെ ജീവിതം തുടങ്ങി, ജീവിതം അവസാനിച്ചു, ഡേറ്റ് ഓഫ് ബർത്തുമുണ്ട്, ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട് എന്ന ലോകത്തിൽ ഒരിടത്തും മാത്രം അവരുടെ കല്ലറകളിൽ എല്ലാ വർഷവും ചെന്ന് രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ കല്ലറക്കകത്ത് ചെന്ന് പുഷ്പം വാരി വിതറി മടങ്ങിപ്പോകുമ്പോൾ ലോകത്തിലൊരു തുറന്ന കല്ലറ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം, ഉലക മഹാന്മാരുടെ കല്ലറകൾ അവനയുടെ 4 ഭാഗത്തും അടഞ്ഞുകിടക്കുമ്പോൾ നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു അവൻ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ക്രിസ്ത്യാനിത്വത്തിന്റെ തനിമയെന്ന് പറഞ്ഞ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവാ. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവാ. ലോകത്തിന് തോൽപ്പിക്കാൻ കഴിയാത്ത, സാഹചര്യങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു. പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. യേശുവിന്റെ ഉയർപ്പിന് തടസ്സം ഒത്തിരി ഉണ്ടായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത് 300 റാത്തൽ സുഗന്ധദ്രവ്യമായി യേശുവിന്റെ പുറത്ത് പൂശിയത്. വില കൂടിയ ലിനൻ തുണി എടുത്തുകൊണ്ട് അതിനകത്ത് 300 റാത്തൽ സുഗന്ധവർഗം കൂടെ പൂശിക്കഴിയുമ്പോൾ ഈ ലിനൻ തുണി ആദ്യത്തെ റൗണ്ട് ചുറ്റിയതിന് ശേഷം സുഗന്ധദ്രവ്യം പൂശും, പിന്നെയും ലിനൻ തുണി ചുറ്റും, പിന്നെയും സുഗന്ധദ്രവ്യം പൂശും. എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഇതൊരു ഉറച്ച പാളി പോലെയാകും. ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണക്കിന് ഉറച്ച പാളി പോലെ. ആരുടെ ചുറ്റും? യേശുവിൻ്റെ ചുറ്റും. സാധാരണ അങ്ങനെ അടക്കം ചെയ്യുന്നത് പ്രഭുക്കന്മാരെയാ. അതുകൊണ്ട് തന്നെ പ്രവചനം കിടപ്പുണ്ട്, അവൻ പ്രഭുക്കന്മാരോട് കൂടെ. പ്രഭുക്കന്മാർക്ക് ഏതു തരം അടക്കം കിട്ടുന്നോ ആ അടക്കം ക്രിസ്തുവിനും കിട്ടി. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. അങ്ങനെ അടക്കം ചെയ്താൽ അകത്തെ ബോഡി ജീർണിക്കത്തില്ല, പക്ഷെ അവൻ ഒരു തുള്ളി ശ്വാസം അവിടെ കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത അവിടെ ഒന്നുമേ ഇല്ല. ഇവൻ പുറത്തു വരുമെന്ന് ലോകത്തിന്റെ കണ്ണിൽ അവർ പറയും, ഇറ്റ്സ് ഇംപോസിബിൾ, ഒരിക്കലും അത് നടക്കത്തില്ല. 2000 കിലോയിലധികം ഭാരമുള്ള ഒരു കല്ലുരുട്ടി വെച്ചു. റോമ ഗവൺമെന്റിന്റെ ലാറ്റിൻ ഭാഷയിൽ ദിസ് ബോഡി ബിലോങ്സ് ടു സീസർ എന്ന് പറയുന്ന ഒരു എഴുത്തോടുകൂടി ഒരു മുദ്ര ആ കല്ലിന്റെ പുറത്ത് പതിപ്പിക്കുവാനാണ്. 25 കിലോയിലധികം ഭാരമുള്ള ഒരു മുദ്ര അതിന്റെ പുറത്ത് വെച്ചു. ഒരേ സമയം ഒരു ബറ്റാലിയൻ ചേവകരെ അവിടെ കാവൽ നിർത്തുവാനിടയായി. 20-ലധികം ചേവകർ ഒരു സമയത്തവിടെയുണ്ട്. ഇത്രയും സുഭദ്രത, മുൻകരുതലുകൾ അവരെടുത്തിട്ടും അവിടെ വന്ന് യേശുവിനെ ഉയർപ്പിച്ച, അവിടെ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. അതാണ് ദ പവർ ഓഫ് റിസറക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ 3-ാം ദിവസം അവിടെ വ്യാപരിച്ച ശക്തിയാ പുനരുത്ഥാനത്തിന്റെ ശക്തിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനത്തിനു വേണ്ടി എക്കാലത്തും വ്യാപരിക്കുന്ന ശക്തിയാ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെങ്കിൽ ഇന്ന് രാത്രിയും ഈ കൺവെൻഷൻ ഗ്രൗണ്ടിനകത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തി വ്യാപരിച്ചാൽ മരിച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ, അടയപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവരാൻ, അടഞ്ഞ കല്ലറകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിച്ച് അടഞ്ഞു കിടക്കുന്ന മേഖലകൾക്കകത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം തൊട്ട് ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. ആ കാലം ഇന്ന് രാത്രി നിങ്ങളെ തൊടും. പുനരുത്ഥാനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് റിസറക്ഷൻ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മെ തൊടുവാൻ പര്യാപ്തമോ? അടുത്തത്, ഈ ശക്തി ജയത്തിന്റെ ശക്തിയാകുന്നതിന്റെ പ്രത്യേകത, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ചെയ്യുന്ന ആത്യന്തികമായി ഒന്നുണ്ട്. അവൻ തന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രി അത് ചെയ്യാൻ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. അത് ചെയ്യാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ഭൂമിയിലെ യാതൊരു പ്രത്യയശാസ്ത്രങ്ങൾക്കും കഴിയാത്ത മനുഷ്യന്റെ ആത്യന്തികമായ രൂപാന്തരം വരുത്താൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. പ്രായം ബാധിക്കുമ്പോൾ ജലനരകൾ വരും,
കൈയുടെ പ്രവൃത്തി വേഗം കുറയും, കാലിൻ്റെ ഗതിവേഗം കുറയും, ത്വക്കുകൾ ചുളിയപ്പെടും, മുഖത്തിൻ്റെ ഭംഗി പോകും, ആകാര ഭംഗികൾ നഷ്ടപ്പെടും, ശരീരം രോഗബാധിതമാകും. ഏത് പ്രായമുള്ളവരെ നോക്കിയാലും അവരുടെ നിരാശ കിടക്കുന്നത് അവരുടെ ഇന്നലത്തെ യൗവനത്തെ ഓർത്ത്. പറന്നോടി നടന്ന് കാലഘട്ടങ്ങൾ, ഇന്നലെ കാലുകളുടെ വേഗം, കൈകളുടെ വേഗം, കണ്ണിൻ്റെ കാഴ്ച, ശ്രവണശക്തി, ഘ്രാണശക്തി എന്നു വേണ്ട ഇത് മുഴുവൻ അവരെ നിരാശയിലേക്ക് തള്ളിയിടും. പക്ഷെ ഒരു ഭക്തൻ്റെ ഉറപ്പുണ്ട്, ഇന്നെനിക്ക് ഞാൻ അനുഭവിച്ച യുവത്വമല്ല എൻ്റെ യുവത്വം, ഇന്നലെ പോയ എൻ്റെ യുവത്വമല്ല എൻ്റെ യുവത്വം, മറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എത്രയും താമസമന്യേ എൻ്റെ അരിമനാഥൻ്റെ കാഹളനാഥം മുഴങ്ങിക്കേൾക്കും. ആ കാഹളനാഥം മുഴങ്ങിക്കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ആ 33 വയസ്സുകാരൻ്റെ തേജസ്സിൻ്റെ ശരീരത്തോട് എൻ്റെ ഈ മർത്യ ശരീരം അനുരൂപരായി രൂപാന്തരപ്പെടുന്ന ഒരു തേജസ്സിൻ്റെ ദിനമുണ്ട്. അതാ ശരിക്കും യുവത്വം. ഞാൻ സാധാരണ പറയാറുണ്ട്, നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ എം പൗലോസിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. വളരെ ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ പഠിക്കുന്ന ക്യാമ്പസിൽ ഇന്നേക്ക് 10, 14, 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ നേരിട്ട് കണ്ടൊരു ഭാഗമുണ്ട്. അദ്ദേഹത്തിന് ഒരു കൈയില്ല. അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരങ്ങളെ, ഞാൻ ഈ ഭൂമി ജനിച്ചത് 2 കൈയുള്ളവനായിട്ടാണ്, ഒരംഗവൈകല്യവും ഇല്ലാത്തവനായിട്ടാണ്. പക്ഷേ കർത്താവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പം എൻ്റെ കൺമുമ്പിൽ എൻ്റെ കൈ വെട്ടിയിട്ടു. എൻ്റെ മുമ്പിൽ ആ കൈ നിലത്ത് കിടക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അതിനുശേഷം നാട്ടുകാരെന്നെ ഒറ്റക്കയ്യൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഞാൻ ജനിച്ചത് ഒറ്റക്കയ്യനായിട്ടല്ല, 2 കൈയുമുള്ളവനായിട്ടാണ് ജനിച്ചേ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ഭൂമി ഞാൻ മരിക്കും കാലം വരെ ഞാൻ ഒറ്റക്കയ്യനായിരിക്കും. പക്ഷെ മരണത്തിനപ്പുറത്ത് കാഹളം ധ്വനിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് ഞാൻ മാൻപേട തുള്ളി ചാടുന്നത് പോലെ ഞാൻ ആ മർത്യഗ്രഹം വിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പം ഞാൻ ഒറ്റക്കയ്യനായിട്ടല്ല ഇരിക്കും. തേജസ്സിൻ്റെ പുതുകൈയോടെ 33 വയസ്സുകാരൻ്റെ ആ നിർമ്മല ശരീരത്തോട് അനുരൂപപ്പെട്ട് ആ തേജസ്സിൻ്റെ മഹാപ്രഭയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു തേജസ്സിൻ്റെ ദിനമുണ്ട്. ഇതാണ് അവിടുത്തെ ശക്തിയുടെ പരിവർത്തനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഇതുകൊണ്ടാണ് ഏകസത്യദൈവമായ ക്രിസ്തുവിനെ അറിയണ്ടേ. ഞാൻ ഇന്ന് രാത്രി ഇത്രയും പറഞ്ഞത്, ഏകസത്യദൈവമായ ക്രിസ്തുവിനെ ആരെ അറിയണം, എന്തിനറിയണം, എന്തുകൊണ്ടറിയണം. അറിഞ്ഞാൽ എന്ത് കിട്ടും? ഈ പറഞ്ഞത് മുഴുവൻ കിട്ടും. മാനവികത എന്തെന്നറിയാൻ പറ്റും, നവോത്ഥാനം ജീവിതത്തിനകത്ത് സംഭവിക്കും, സ്നേഹം എന്തെന്ന് വെളിപ്പെട്ട് കിട്ടും, വിമോചനം എന്തെന്ന് അനുഭവിക്കാൻ പറ്റും, മരണത്തിനപ്പുറത്തുള്ള ജീവൻ ഉറപ്പായി പ്രാപിക്കാൻ പറ്റും. അവിടം കൊണ്ട് തീരുന്നില്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ, മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെ. ഇന്ന് രാത്രി പന്തലിനകത്ത് മാത്രമല്ല, ഒരിക്കലും ഒടുങ്ങാത്ത തേജസ്സിന്റെ നിത്യസഭയിൽ ഒരുമിച്ച് ദൈവത്തെ ചേർന്ന് ആരാധിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധ ബന്ധത്തിനകത്തേക്ക് സ്വർഗം നമ്മെ മാടി പിടിക്കുമ്പോൾ ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി ഹൃദയങ്ങളെ സമർപ്പിക്കാൻ പറ്റും. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടട്ടെ. മനസ്സുകൾ ഇന്ന് രാത്രി ഒരുക്കപ്പെട്ടുകൊണ്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഹൃദയങ്ങളെ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ രാത്രി പ്രവർത്തിക്കാൻ കഴിയുന്ന, അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന, പരിവർത്തനം വരുത്താൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ആത്മനിയോഗത്താൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ജീവിതത്തിനകത്ത് അടയപ്പെട്ട പല വാതിലുകളുടെ മുമ്പിൽ, അടയപ്പെട്ട കല്ലറകളുടെ മുമ്പിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിത സാഹചര്യത്തിനകത്ത് നിൽക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി പന്തലിനകത്തിരിപ്പുണ്ടേ? വ്യാപരിച്ച യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നെങ്കിൽ, നിയോഗത്താൽ അഭിഷക്തന്മാർ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ധൈര്യത്തോടെ കരമുയർത്താൻ പറ്റുമോ? ഇന്ന് രാത്രി സ്വർഗത്തിൽ നിങ്ങളെ പുറപ്പെടുത്താൻ പറ്റും, സ്വർഗത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഉയരപ്പെട്ട കരങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ അതിനന്തരമായിട്ട് ഒരു പാട്ട് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കും. ഈ രാത്രി ഞാൻ ഒരു നിമിഷം നിയോഗത്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ജീവിതത്തിനകത്ത് തകർന്നു കിടക്കുന്ന മേഖലയിൽ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നെ തൊടണമെന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നവർ ധൈര്യത്തോടെ കരമുയർത്തിപ്പിടിക്കും. ഇന്ന് രാത്രി സ്വർഗം നിങ്ങളെ തൊടാൻ പോവുക. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതത്തിനകത്ത് തകർന്നെറിയപ്പെട്ട പശ്ചാത്തലത്തിനകത്ത് കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ, ഏകരക്ഷകനായ, ഏക വീണ്ടെടുപ്പുകാരനായ, ഏക വിമോചകനായ ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ സന്ദേശം അവിടെ ഹൃദയങ്ങൾക്കകത്ത് വരുന്ന പരിവർത്തനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജനത്തെ ഞങ്ങളുടെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഏക സത്യദൈവമായ ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനോടുള്ള നിത്യജീവൻ പ്രാപിക്കുക, രക്ഷയ്ക്കുള്ള ഏക വഴി ക്രിസ്തു എന്നുള്ള അസന്നിഗ്ധ പ്രഖ്യാപനത്തോടുകൂടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.